Good morning. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മള് പുതിയൊരു ചാപ്റ്റർ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, മെഡിക്കൽ എക്യുപ്മെന്റ്സ് അല്ലെ. മെഡിക്കൽ എക്യുപ്മെന്റ്സിൽ ഒരു 20 അല്ലെ, 20 നമ്മൾ പഠിച്ചത് കേട്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ. ഒഫ്താൽമോസ്കോപ്പ്, എന്താണ് സൗമ്യ, ഹോൾട്ടൺ മോണിറ്റർ. ഓക്കെ, അപ്പൊ അതൊക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഓൺ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ, ഓൺ മ്യൂട്ട് കൊടുക്കാണ്. അപ്പൊ അതുവരെ ക്ലിയർ ആണെന്ന് വിചാരിക്കും. എളുപ്പമുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ ഓരോ മെഡിക്കൽ എക്യുപ്മെന്റും എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം കേട്ടോ. അടുത്തതാണ് നമുക്ക് 21ാമത്തെ നമുക്ക് നോക്കാം. ഫോൾട്ടർ മോണിറ്റർ ആണ് കേട്ടോ. എന്താണ് ഫോൾട്ടർ മോണിറ്റർ? നമുക്ക് അത്ര ഒരു ഫെമിലിയർ ആവണമെന്നില്ല, മറ്റുള്ളതൊക്കെ ഏകദേശം നമുക്കറിയാം. ഫോൾട്ടർ മോണിറ്റർ ചിലപ്പോൾ അത്ര പരിചയം ഉണ്ടാവണമെന്നില്ല. എന്താണ് ഫോൾട്ടർ മോണിറ്റർ എന്ന് പറഞ്ഞാൽ? അതായത് 24 മണിക്കൂർ മുതൽ 48 മണിക്കൂർ വരെ തുടർച്ചയായിട്ട് നമ്മുടെ ഹൃദയ പ്രവർത്തനം, അതായത് ECG റെക്കോർഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പോർട്ടബിൾ ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഡിവൈസ് ആണ് ഇത് ഫോൾട്ടർ മോണിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് സഫീറ? ആംബുലേറ്ററി ഇലക്ട്രോ കാർഡിയോഗ്രഫി. ഓക്കെ, അതായത് ഫോൾട്ടർ മോണിറ്റർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 24 മണിക്കൂർ മുതൽ 48 മണിക്കൂർ വരെ തുടർച്ചയായിട്ട് ECG റെക്കോർഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പോർട്ടബിൾ ആയിട്ടുള്ള, പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസി ടു ഹാൻഡിൽ, നമുക്ക് ഈസിയാണ് കൊണ്ട് നടക്കാൻ, ഈസി ആയിട്ട് കൊണ്ട് നടക്കാനായിട്ട് പറ്റും അല്ലെ. അങ്ങനെയുള്ള ഒരു പോർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. അതും ഒരു നോൺ ഇൻവെസീവ് ആയിട്ടുള്ള ഡിവൈസ്. നമുക്ക് ഇങ്ങനെ വേറെ മുറിവുകളോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കാണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തിൽ വെച്ചുകൊണ്ട് നടക്കാം. വളരെ പോർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് ഫോൾട്ടർ മോണിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ സംഭവം ECG ആയിട്ട് നിങ്ങൾക്ക് മാറിപ്പോകരുത്. ECG എന്ന് പറയുമ്പോൾ ഏതാനും ചിലപ്പോൾ മിനിറ്റുകൾ മാത്രമാണ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. പക്ഷെ ഫോൾട്ടർ മോണിറ്റർ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, തുടർച്ചയായിട്ടാണ്. അതായത് 24 മണിക്കൂർ തൊട്ട് 48 മണിക്കൂർ വരെ തുടർച്ചയായിട്ട് ECG എന്ത് ചെയ്യുന്നുണ്ട്? റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന പോർട്ടബിൾ ആയിട്ടുള്ള ഡിവൈസ് ആണ്. നമുക്ക് ഈസി ആയിട്ട് കൊണ്ട് നടക്കാനായിട്ട് പറ്റും. ECG അങ്ങനെ പറ്റുമോ? നമുക്ക് ECG മെഷീനിൽ എടുത്തോണ്ട് നടക്കാൻ പറ്റുമോ? നമുക്ക് ഇല്ല. ഇതാകുമ്പോൾ നമുക്ക് പോർട്ടബിൾ ആയിട്ടുള്ള ഡിവൈസ് ആണ്. അതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. നമുക്ക് വായിക്കാം. A Holter monitor is a portable device which operates with the help of a battery. അല്ലെ, ഒരു ബാറ്ററിയുടെ സഹായത്തോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു പോർട്ടബിൾ ആയിട്ടുള്ള ഡിവൈസ് ആണ് ഇത് ഫോൾട്ടർ മോണിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കാം. ഇറ്റ് മെഷേഴ്സ് ആൻഡ് റെക്കോർഡ്സ് യുവർ ഹാർട്ട് ഫംഗ്ഷനിങ്, ദാറ്റ് മീൻസ് ECG, constantly for 24 to 48 hours or longer, depending on the type of monitoring used. അണ്ടർലൈൻ ചെയ്ത് വെക്കേണ്ട. അതാണ് ECG എന്നുള്ള ഒരു ചെറിയൊരു വ്യത്യാസമാണ് പറഞ്ഞത്. ഈ ഒരു എക്യുപ്മെന്റിൽ എങ്ങനെയാണ് 24 തൊട്ട് 48 മണിക്കൂർ വരെ തുടർച്ചയായിട്ട് നമ്മൾ എന്താണ് ECG അവിടെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഓക്കെ, the instrument has the size of a small camera. അപ്പൊ നോക്കിയ പോർട്ടബിൾ ആണ് നമ്മൾ പറഞ്ഞു അല്ലെ. ഒരു ചെറിയൊരു ക്യാമറയുടെ വലുപ്പം മാത്രമേ ഇതിൽ, ഇതിന്റെ റെക്കോർഡർ ആണ്. ഒരു ക്യാമറ, ഒരു സ്മോൾ ക്യാമറയുടെ വലുപ്പം മാത്രമേ ഈ ഒരു റെക്കോർഡറിന് അതിട്ടുള്ളൂ. അത് മാത്രമല്ല, ഇറ്റ് ഹാസ് വയേഴ്സ് വിത്ത് സിൽവർ ഡോളർ സൈസ് ഇലക്ട്രോഡ്സ് ദാറ്റ് ഫിക്സ് ടു യുവർ സ്കിൻ. അപ്പൊ നമ്മൾ അത് സ്കിന്നിൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന, കണ്ടോ, ഒരു സിൽവർ ഡോളർ സൈസ് ഇലക്ട്രോഡുകൾ ഉണ്ട്. ഈ ഇലക്ട്രോഡുകൾ നമ്മൾ സ്കിന്നിൽ അറ്റാച്ച് ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് അത് ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ഫങ്ഷൻസ് അത് ക്യാപ്ചർ ചെയ്തിട്ട് ഈ ഒരു ഇലക്ട്രോഡ്സുകളെല്ലാം എന്താണ് ഈ ഒരു റെക്കോർഡറുമായിട്ട് കണക്റ്റഡ് ആണ് അല്ലെ. അപ്പൊ അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു റെക്കോർഡർ എന്താണ്? അത് നമുക്ക് ഈസി ആയിട്ട് ഒരു ബെൽറ്റിലോ അല്ലെങ്കിൽ നമുക്ക് പോക്കറ്റിലോ ഒക്കെ നമുക്ക് എന്താണ് വെക്കാവുന്നതാണ്. അത്രയും പോർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് കേട്ടോ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോൾട്ടർ മോണിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എത്ര മണിക്കൂറാണെന്ന് വെച്ചാൽ അത്രയും സമയം നമുക്കത് റെക്കോർഡ് ചെയ്തതിനു ശേഷം ആ ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ നമുക്കത് റിമൂവ് ചെയ്തിട്ട് പിന്നീട് നമുക്കതിൽ റെക്കോർഡ് പരിശോധിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഹാർട്ടിന്റെ ഫങ്ഷൻസിൽ ഉണ്ടെങ്കിൽ നമുക്കത് ഡിറ്റക്ട് ചെയ്യാനായിട്ട്, അനലൈസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? ഇതാണ് ഫോൾട്ടർ മോണിറ്റർ.
മനസ്സിലായല്ലോ? അപ്പൊ വ്യത്യാസം എന്താണ്? ECG എന്ന് പറയുമ്പോൾ ഏതാനും മിനിറ്റുകൾ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. പക്ഷെ ഹോൾട്ടർ മോണിറ്റർ എന്ന് പറയുമ്പോൾ 24 അവർ തൊട്ട് 48 അവേഴ്സ് വരെ തുടർച്ചയായിട്ട് ECG റെക്കോർഡ് ചെയ്യുന്ന പോർട്ടബിൾ ഡിവൈസ് ഏതാണെന്ന് ചോദിച്ചാൽ ഇതിന് ഉത്തരം എന്താണ്? അത് ഹോൾട്ടർ മോണിറ്റർ ആണ് കേട്ടോ. ഓക്കെ ആണോ? മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ അത്? നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കാർഡിയാക് ടേബിൾ ആണ് കേട്ടോ. കാർഡിയാക് ടേബിൾ ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ? എന്താന്ന് നോക്കാം. എ ടേബിൾ ഇൻ ദ ഹോസ്പിറ്റൽ ഫോർ ദ പേഷ്യൻസ് യൂസ് വെൻ ഹോസ്പിറ്റലൈസ്ഡ്. അതായത് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുമ്പോൾ പേഷ്യൻസിന്റെ ഉപയോഗത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേബിൾ ആണ് അല്ലെ? കാർഡിയാക് ടേബിൾ എന്ന് പറയാൻ അതിന് ഒരു റീസൺ ഉണ്ട്. എന്താ നോക്കാം നമുക്ക്. The table set in front with a pillow on it. The patients can incline forward and take rest. അപ്പൊ ഈ ഒരു ടേബിളിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിപ്പോ പില്ലോ ഇല്ലാത്തൊരു ടേബിളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സാധാരണ ചിലപ്പോൾ ഒരു പില്ലോ ഉള്ള ടേബിൾ ആയിരിക്കാം, ഒരു തലേനുള്ള ടേബിൾ ആയിരിക്കാം. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു ടേബിളിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് നമുക്ക് പേഷ്യൻസിന് ഇങ്ങനെ മുന്നോട്ടായാലും മുന്നോട്ട് ഇങ്ങനെ ചെരിഞ്ഞിരിക്കാനും അതിനൊക്കെ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ടേബിൾ ആണ് കേട്ടോ. അത്തരത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേബിൾ ആണ്. അതാണ് പറയുന്നത് പേഷ്യൻസ് ക്യാൻ ഇൻക്ലൈൻ ഫോർവേഡ് ആൻഡ് ടേക്ക് റെസ്റ്റ്. പേഷ്യൻസിന് മുന്നോട്ട് ആണെങ്കിലും മുന്നോട്ട് ചെരിഞ്ഞിരിക്കാനും റെസ്റ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്ന ഒരു ടേബിൾ ആണ് കേട്ടോ. ഇനി നോക്കൂ, ടേബിൾ വിത്തൗട്ട് എ പില്ലോ ഈസ് യൂസ്ഡ് ഫോർ റൈറ്റിംഗ് ആൻഡ് മീൽസ് കേട്ടോ. ഇതിനകത്ത് പില്ലോ ഇല്ലാത്ത ഒരു ടേബിൾ ആണ് പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ പില്ലോ ഇല്ലെങ്കിൽ ആ ഒരു ടേബിൾ എന്തൊക്കെ ഉപയോഗിക്കാം? രോഗിക്ക് ഭക്ഷണം കഴിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതാനും അങ്ങനെയൊക്കെ ആയിട്ട് അവർക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ശ്രദ്ധിക്കാം, കാർഡിയാക് ടേബിൾ ആർക്ക് പ്രധാനമായിട്ട് എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ പേഷ്യൻസ് വിത്ത് കാർഡിയാക് കണ്ടീഷൻസ് ആൻഡ് ആസ്മ. അതായത് ഈ പറയുന്ന ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾക്ക്, ആസ്മ പേഷ്യൻസ് ഉണ്ടാവും. അപ്പൊ അവരെ സംബന്ധിച്ച് അവർക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉള്ള ആളുകളായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകമായിട്ട് ഇങ്ങനെ ഒരു കാർഡിയാക് ടേബിൾ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? അവർക്ക് ഹൃദയ സംബന്ധമായിട്ട് ഇഷ്യൂസ് വരെ, ആസ്മ പ്രോബ്ലംസ് എന്നൊക്കെ പറയുമ്പോൾ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉള്ള പേഷ്യൻസ് ആയിരിക്കും. അപ്പൊ അവർക്ക് മുന്നോട്ട് ആണ്ടിരിക്കാനും റെസ്റ്റ് ചെയ്യാനും ഒക്കെ പാകത്തിന് ഇങ്ങനെ ഒരു കാർഡിയാക് ടേബിൾ ആണ് അവർക്ക് ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ മെയിൻ ആയിട്ട് കാർഡിയാക് ടേബിൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ പേഷ്യൻസ് വിത്ത് കാർഡിയാക് കണ്ടീഷൻസ് ആൻഡ് ആസ്മ കേട്ടോ. ഓക്കെ, ക്ലിയർ? എന്തെങ്കിലും മനസ്സിലാവാത്തത് എന്തെങ്കിലും പറയണോ കേട്ടോ. ഇതൊക്കെ എളുപ്പമുള്ള കാര്യങ്ങളായതുകൊണ്ടാണ്. ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് പറയണമെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് EMG ആണ് കേട്ടോ. EMG നമ്മൾ ECG പഠിച്ചു, EEG പഠിച്ചു. അടുത്തതാണ് എന്ത്? EMG. എന്താണ്? ഇലക്ട്രോ മയോഗ്രഫി എന്നാണ് പറയുക. എന്താണ്? ഇലക്ട്രോ മയോഗ്രഫി. നിങ്ങൾ ഓൾറെഡി മെഡിക്കൽ ടെർമിനോളജിയിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? മയോ എന്ന വാക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? മസിൽസ് ആണ് കേട്ടോ. ഓക്കെ, മസിൽസ് നെർവ് വരും, മസിൽസിനെ കൺട്രോൾ ചെയ്യുന്ന നെർവുകളാണ്. ഓക്കെ, മയോ എന്ന വാക്ക് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? മസിൽസ് അല്ലെ, പേശികളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ടെർമിനോളജിയിൽ എവിടെ വായിച്ചു പോയിട്ടുണ്ട് കേട്ടോ. മയോകാർഡിയം എന്നൊക്കെ പറഞ്ഞ എന്താണ്? ഹൃദയ പേശികളെ പറയുന്ന പേരാണ് കേട്ടോ. അപ്പൊ മയോ എന്ന് കേട്ട് കഴിഞ്ഞാൽ അത് എന്താണ്? ദാറ്റ് ഈസ് റിലേറ്റഡ് ടു മസിൽസ് ആണ് കേട്ടോ, പേശികളുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പൊ എന്താണ് ഇലക്ട്രോ മയോഗ്രഫി എന്ന് പറഞ്ഞാല്? ഇലക്ട്രോ മയോഗ്രഫി എന്ന് പറഞ്ഞാല് നമ്മുടെ പേശികളെയും അതുപോലെ പേശികളെ നിയന്ത്രിക്കുന്ന നാഡികളുണ്ട് അല്ലെ, അതായത് നെർവുകളുണ്ട്, അതിന്റെ പ്രവർത്തനങ്ങള്, അതിന്റെ ആരോഗ്യം, അതിനെയൊക്കെ വിലയിരുത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പരിശോധനയാണ് ഇലക്ട്രോ മയോഗ്രഫി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഇലക്ട്രോ മയോഗ്രഫി എന്ന് പറഞ്ഞാല്, മയോ എന്ന് പറയുമ്പോൾ മസിൽസ് ആണ്, പേശികളാണ് അല്ലെ. നമ്മുടെ പേശികളെയും പേശികളെ നിയന്ത്രിക്കുന്ന നാഡീകോശങ്ങളുടെ ഒക്കെ പ്രവർത്തനം, അതിന്റെ ആരോഗ്യം, ഇതൊക്കെ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പരിശോധനയാണിത് ഇലക്ട്രോ മയോഗ്രഫി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം, ഇലക്ട്രോമയോഗ്രഫി മസിൽ റെസ്പോൺസ് ഓർ ഇലക്ട്രിക്കൽ ഫംഗ്ഷൻ ഇൻ റെസ്പോൺസ് ടു എ നെർവ് സ്റ്റിമുലേഷൻ ഓഫ് ദ മസിൽ. കാരണം നമ്മുടെ മസിൽസുകളെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? നെർവുകളാണ് അല്ലെ, ന്യൂറോൺസുകളാണ് അല്ലെ. അപ്പൊ ഈ പേശികളെ നിയന്ത്രിക്കുന്ന ന്യൂറോൺസുകളുടെ ഇലക്ട്രിക്കൽ ഫംഗ്ഷൻസുകളൊക്കെ എന്താണ് പരിശോധിക്കാൻ, അതിലൂടെ നമുക്ക് അതിന്റെ ആരോഗ്യം, അതിന്റെ ആ ഒരു അവസ്ഥയൊക്കെ വിലയിരുത്താനായിട്ട് സഹായിക്കുന്ന ഒരു ടെസ്റ്റ്, ദാറ്റ് ഈസ് കോൾഡ് ഇലക്ട്രോമയോഗ്രഫി. ഇനി the test is used to help find neuromuscular deformity in the course of the test. ഈ ഒരു പരിശോധനയിലൂടെ
നമുക്ക് എന്താണ് ന്യൂറോ മസ്കുലാർ ഡിഫോർമിറ്റി അല്ലെ, ന്യൂറോ മസ്കുലാർ സംബന്ധമായിട്ട് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു പരിശോധനയിലൂടെ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, വിച്ച് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഹെൽപ്പ് ടു ഫൈൻഡ് ദ ന്യൂറോ മസ്കുലാർ ഡിഫോർമാറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താണ്? ഇലക്ട്രോമയോഗ്രഫി. ന്യൂറോ മസ്കുലാർ എന്നൊക്കെ കേൾക്കുമ്പോൾ മസ്കുലാർ, മസിൽ, മയോ, ഇലക്ട്രോമയോഗ്രഫി അങ്ങനെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം കേട്ടോ. അപ്പൊ നോക്കുക, വൺ ഓർ മോർ സ്മോൾ നീഡിൽസ് ആൾസോ കോൾഡ് ഇലക്ട്രോഡ്സ് കേട്ടോ. അപ്പൊ നമുക്കറിയാം ECG ഉപയോഗിക്കുമ്പോഴാണെങ്കിലും EEG ഉപയോഗിക്കുമ്പോഴാണെങ്കിലും ഇലക്ട്രോഡുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, കാര്യം ഇലക്ട്രിക്കൽ ഫംഗ്ഷൻസ് നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട്. അതിനായിട്ട് ഇവിടെ ഇലക്ട്രോഡുകൾ, എങ്ങനെയുള്ള ഇലക്ട്രോഡുകളാണ്? സ്മോൾ നീഡിൽസ് പോലെയുള്ള ഇലക്ട്രോഡുകളാണ് ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത് കേട്ടോ. ആർ കണക്റ്റഡ് ത്രൂ ദ സ്കിൻ ടു ദ മസിൽ. സ്കിന്നിന് വഴിയായിട്ട് മസിൽസുമായിട്ട് പിക്ചറിൽ കാണാൻ പറ്റും, മസിൽസുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ അത്തരത്തിലുള്ള പരിശോധനകൾ നടത്തുന്നത്. അപ്പൊ മനസ്സിലായോ? ECG എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ഫംഗ്ഷൻ ഓഫ് ദ ഹാർട്ട്, EEG എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ഫംഗ്ഷൻസ് ഓഫ് ദ ബ്രെയിൻ, EMG എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ഫംഗ്ഷൻസ് ഓഫ് ദ എന്താണ് മസിൽസ് ആണ് കേട്ടോ. മസിൽസും അതിനെ കൺട്രോൾ ചെയ്യുന്ന നെർവ്സ് കേട്ടോ. അപ്പൊ ഈ 3 ടെസ്റ്റുകളും ഓർത്തു വെക്കുക കേട്ടോ. ക്ലിയർ ആണ് വിചാരിക്കാം. ക്ലിയർ അല്ല? EEG എന്താണോ? അപ്പൊ ഷാൻജു കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ EEG എന്താണ്? ഇലക്ട്രോ എൻസെഫലോഗ്രാഫി അല്ലെ, അത് നമ്മൾ പഠിച്ചതാണല്ലോ കഴിഞ്ഞ ദിവസം. അടുത്തതാണ് എയർവേ ആണ് കേട്ടോ. 24 equipment ആണ്, എയർവേ ആണ് കേട്ടോ. എയർവേ എന്താണെന്ന് നോക്കാം നമുക്ക്. ഇതിനകത്ത് പിക്ചർ കണ്ടോ, കുറെ ട്യൂബ്സുകളൊക്കെ കണ്ടോ, ചെറുതായിട്ടൊരു കർവ്ഡ് ആയിട്ടുള്ള കുറച്ച് ട്യൂബ്സുകളൊക്കെ കണ്ടോ, ഇതാണ് എയർവേ എന്ന് പറയുന്നത് കേട്ടോ. ഇറ്റ് ഈസ് എ മെഡിക്കൽ ഡിവൈസ് കോൾഡ് എയർവേ ഓർ അഡ്ജന്റ് കേട്ടോ. ഇത് ഏത് മെഡിക്കൽ ഡിവൈസ് ആണ്? എയർവേ. എയർവേന്ന് പറയുന്ന മറ്റൊരു പേര് എന്താണ്? അഡ്ജന്റ് എന്നാണ് പറയുന്നത് കേട്ടോ. എന്താണ് പറയാ? അഡ്ജന്റ് കേട്ടോ. അപ്പൊ ആ പേര് കൂടെ പഠിച്ചു വെക്കുക. എയർവേ അല്ലെങ്കിൽ അഡ്ജന്റ് എന്നാണ് അതിന് പറയുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു എക്യുപ്മെന്റ് യൂസ് ചെയ്യുന്നത് നോക്കിയേ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സസ്റ്റെയിൻ ഓർ ഓപ്പൺ എ പേഷ്യൻസ് എയർവേ. എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു സസ്റ്റെയിൻ ഓർ ഓപ്പൺ എ പേഷ്യൻസ് എയർവേ. അതായത് ഒരു രോഗിയുടെ ശ്വാസനാളം, അല്ലെ, എയർവേ, അവരുടെ ലിംഗ് പൈപ്പ് അല്ലെ, അവരുടെ ആ ഒരു ശ്വാസനാളം തുറന്നു വെക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തുറന്നിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ് എയർവേ എന്ന് പറയുന്നത്. ഓക്കെ, തുറന്നു വെക്കാനായിട്ട് എയർവേ എപ്പോഴും ഓപ്പൺ ആക്കി വെക്കാനായിട്ട്. പ്രത്യേകിച്ച് എപ്പോഴായിരിക്കും ഈ സർജറി, അനസ്തേഷ്യ ഒക്കെ കൊടുക്കുന്ന സമയങ്ങളിൽ എന്താണ് പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് രോഗിക്ക് ഒരു കാരണവശാലും ബ്രീത്തിങ് ഡിഫിക്കൽട്ടി വരാനായിട്ട് പാടില്ല അല്ലെ. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? നമ്മൾ എയർവേ വെക്കും അല്ലെ. അതായത് നമ്മുടെ ആ ഒരു പേഷ്യന്റിന്റെ എയർവേ എപ്പോഴും ഓപ്പൺ ആയിട്ടിരിക്കണം ആ ഒരു പ്രൊസീജിയർ ഒക്കെ ചെയ്യുന്ന സമയത്ത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് ആണ്, ഡിവൈസ് ആണ് എയർവേ അഥവാ അഡ്ജന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെങ്ങനെയാണ് പ്രയോഗിക്കുന്നതെന്ന് വെച്ചാൽ, ഇറ്റ് ഡസ് ദിസ് ബൈ preventing the tongue from wrapping the epiglottis, which could prevent the person from breathing. എന്താണ് പറയുന്നത്? അതായത് നമ്മുടെ എപ്പിഗ്ലോട്ടിസ്. അപ്പൊ നമുക്ക് അറിയില്ല എന്താണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞാല്. എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ടെന്റ്, നമ്മുടെ നാവിന്റെ പുറകിലായിട്ട് എന്താണ് നമ്മുടെ ലാരിങ്സ് ഉണ്ടല്ലോ. ലാരിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വോയിസ് ബോക്സ് അറിയാലോ. അതിന്റെ എൻട്രി ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു എന്താ പറയാ, ഒരു കാർട്ടിലേജ് ആണ്. ഒരു തരുണാസ്ഥി നിർമ്മിതമായിട്ടുള്ള ഒരു ഫ്ലാപ്പ് ലൈക്ക് സ്ട്രക്ചർ ആണ് എന്ത്? എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. ഓക്കെ, എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നാവിന്റെ പുറകിലായിട്ടാണ്. നമ്മുടെ നാവിന്റെ പുറകിലും എന്നാൽ നമ്മുടെ ലാരിങ്സ് ഉണ്ടല്ലോ. അതെ, ഇൻ ഫ്രണ്ട് ഓഫ് ദ ലാരിങ്സ്. അതെ, നമ്മുടെ ലാരിങ്സ് വോയിസ് ബോക്സിന്റെ ആ ഒരു എൻട്രി ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഫ്ലാപ്പ് പോലെയുള്ള ഒരു സ്ട്രക്ചർ ആണ്, തരുണാസ്ഥിയാണ്, കാർട്ടിലേജ് ആണത്. എപ്പിഗ്ലോട്ടിസ് എന്നാണ് പറയാ. ഈ എപ്പിഗ്ലോട്ടിസിന്റെ ഫംഗ്ഷൻ എന്താണെന്നറിയാമോ? നമ്മുടെ ശ്വാസനാളത്തിനെ സംരക്ഷിക്കുന്ന ഒരാളാണ്. അതായത് നമ്മുടെ ശ്വാസനാളത്തിനെ അന്നനാളത്തിൽ നിന്ന് വേർതിരിക്കുകയും അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ കഴിക്കുന്ന എന്താ പറയാ വെള്ളം, അങ്ങനെയുള്ള പദാർത്ഥങ്ങളൊക്കെ ശ്വാസനാളത്തിലോട്ട് കടക്കാതെ തടയുന്നതും ആര് തന്നെയാണ്? എപ്പിഗ്ലോട്ടിസ് ആണ്. കാര്യം നമ്മുടെ ശ്വാസനാളവും നമ്മുടെ അന്നനാളവും ഒരേ സ്ഥലത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എവിടേക്ക് പോകാൻ പാടില്ല? ശ്വാസനാളത്തിലോട്ട് പോകാനായിട്ട് പാടില്ല. നമ്മളോട് പറയില്ലേ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കരുത് എന്നൊക്കെ പറയില്ലേ? ചിലപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അന്നനാളത്തിലോട്ട് പോകേണ്ട ഭക്ഷണം അറിയാതെ ചിലപ്പോൾ ശ്വാസനാളത്തിലോട്ട് പോകും. അപ്പോഴാണ് നമുക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഭക്ഷണം മറ്റുള്ള ദ്രാവകങ്ങളൊക്കെ ശ്വാസനാളത്തിലോട്ട് പ്രവേശിക്കാതെ അന്നനാളത്തിനെ ശ്വാസനാളത്തിനെ തമ്മിൽ പരസ്പരം വേർതിരിക്കുന്ന ഒരു ഭാഗമാണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ശ്വാസനാളത്തിനെ സംരക്ഷിക്കുന്ന ഒരു ഭാഗമാണ് എപ്പിഗ്ലോട്ടിസ്. അപ്പൊ നമ്മൾ ഈ അനസ്തേഷ്യ ഒക്കെ കൊടുക്കുന്ന സമയത്ത് സർജറി ഒക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് അനസ്തേഷ്യ കൊടുക്കും അല്ലെ? ഈ അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് എന്തായിരിക്കും പേഷ്യന്റ് മൊത്തത്തില് ഒരു സ്ലീപ്പിംഗ് മോഡിലായിരിക്കും അല്ലെ? ആ സമയത്ത് ചിലപ്പോൾ ഈ നാവ് പുറകിലോട്ട് ഇറങ്ങി പോവാനും ഈ എപ്പിഗ്ലോട്ടിസിനെ വന്ന് കവർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. എപ്പിഗ്ലോട്ടിസിൽ വന്ന് കവർ ചെയ്ത് എന്ത് സംഭവിക്കും? നമുക്ക് ശ്വാസനാളത്തില് ബ്രീത്ത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സാധ്യത ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? എയർവേ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ബോധാവസ്ഥയിലല്ല അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് നമ്മൾ സ്ലീപ്പിംഗ് മോഡിലായിരിക്കും. അപ്പൊ ഈ നാവ് പുറകിലോട്ട് ഇറങ്ങാനും ഈ എപ്പിഗ്ലോട്ടിസിനെ വന്ന് റാപ്പ് ചെയ്യാനും മൂടാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള സാധ്യതയെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറയ്ക്കല്ല പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എയർവേ ഇറക്കും. എയർവേ ഇറക്കുമ്പോൾ എപ്പോഴും നമ്മുടെ എയർവേ എന്തായിട്ടിരിക്കും? ഓപ്പൺ ആയിട്ടിരിക്കും. അപ്പൊ വേറെ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി വരാനുള്ള ചാൻസ് അവിടെ കുറവാണ്. കുറവാണെന്നല്ല വരില്ല. ഓക്കെ, അപ്പൊ അതാണ് അവിടെ പറയുന്നത്. ഇഫ് ഇറ്റ് ഈസ് ബൈ പ്രിവെന്റിംഗ് ദ ടങ് ഫ്രം റാപ്പിംഗ് ദ എപ്പിഗ്ലോട്ടിസ്. എപ്പിഗ്ലോട്ടിസിനെ വന്ന് നാവ് വന്ന് പൊതിയുന്നതിൽ നിന്ന് അതിന് പ്രിവെന്റ് ചെയ്യാണ്. അങ്ങനെയാണ് ഈ എയർവേ നമ്മൾ അവിടെ പ്രവർത്തിപ്പിക്കുന്നത് കേട്ടോ. വിച്ച് വിൽ പ്രിവെന്റ് ദ പേഴ്സൺ ഫ്രം ബ്രീത്തിങ്. അതായത് ഈ നാവ് വന്നിട്ട് എപ്പിഗ്ലോട്ടിസിനെ റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി വരും. അപ്പൊ അത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? എയർവേ ഓപ്പൺ ചെയ്യുന്നത്. മിക്കവാറും സർജറി കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും എന്താണ് നമ്മുടെ സർജറിക്ക് മുമ്പ് അനസ്തേഷ്യ കൊടുക്കില്ല. അനസ്തേഷ്യ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അനസ്തേഷ്യ കൊടുത്ത് നമ്മൾ അബോധാവസ്ഥയിൽ പോകുന്ന ആ ടൈം തന്നെ ഉടനെ നമ്മുടെ വായുവിന്റെ എന്തിറക്കും? എയർവേ ഇറക്കി വിടും. ഓക്കെ, എന്നുവെച്ചാൽ ശ്വാസമുട്ടലൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ അബോധാവസ്ഥയിലായിട്ടുണ്ടാവും, നമ്മുടെ വായുവിന്റെ കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? എയർവേനെ പറയുന്ന മറ്റൊരു പേരാണ് അഡ്ജന്റ് എന്നാണ് പറയാ കേട്ടോ. എന്താണ് പറയാ? അഡ്ജന്റ്. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? എപ്പിഗ്ലോട്ടിസ് എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ, അടുത്തത് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് PFT. PFT ടെസ്റ്റ് ഒക്കെ ചെയ്ത ആളുകൾ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് ശ്വാസ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ പൊതുവെ ഡോക്ടേഴ്സ് എഴുതാറുണ്ട് അല്ലെ? PFT ടെസ്റ്റിന് എഴുതാറുണ്ട് അല്ലെ? എന്തായിരിക്കും? പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് അല്ലെ? അതായത് ശ്വാസകോശത്തിന്റെ പ്രവർത്തനം അറിയുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പരിശോധനയാണ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ് പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് അഥവാ PFT. A collection of tests that measure how ably your lungs work. നിങ്ങളുടെ ശ്വാസകോശം എത്രത്തോളം നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അളക്കുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൂട്ടം പരിശോധനയാണ് കേട്ടോ. അതിനെ നമുക്ക് എന്ത് പറയാം? പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയാം. ഓക്കെ, ഇത് നോക്കുക. ദിസ് കണ്ടെയ്ൻസ് how well you are capable of breathing and how effective your lungs are able to bring oxygen to the rest of your body. അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം നന്നായിട്ട് ബ്രീത്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, അതുപോലെ നിങ്ങളുടെ ശ്വാസകോശത്തിന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലിട്ട് എത്രത്തോളം നന്നായിട്ട് ഓക്സിജൻ എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അളക്കാനായിട്ട് സഹായിക്കുന്ന ഒരു പരിശോധനയാണിത് PFT എന്ന് പറയുന്നത് കേട്ടോ. അതാണ് പൾമണറി ഫങ്ഷൻ ടെസ്റ്റ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ പറഞ്ഞത്? മനസ്സിലായില്ലേ? അടുത്തതാണ് യൂറോഫ്ലോ മീറ്റർ കേട്ടോ. 26th എക്യുപ്മെന്റ് ആണ് യൂറോഫ്ലോ മീറ്റർ. ആ യൂറോഫ്ലോ മീറ്റർ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക? യൂറോഫ്ലോമെട്രി ഇസ് എ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് which is used to measure the flow of urine in the course of urination. അതായത് യൂറിനേഷൻ സമയത്ത്, മൂത്രം ഒഴിക്കുന്ന സമയത്ത് ആ ഒരു മൂത്രത്തിന്റെ ഒഴുക്ക് അത് അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പരിശോധനയാണ് യൂറോഫ്ലോമെട്രി എന്ന് പറയുന്നത്. ഓക്കെ, പരിശോധനയെ നമ്മൾ എന്താ പറയാ? യൂറോഫ്ലോമെട്രി എന്ന് പറയും. അതിനായിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റിനെ നമ്മൾ എന്ത് പറയും? യൂറോഫ്ലോ മീറ്റർ എന്ന് പറയും. ഓക്കെ, അപ്പൊ ക്ലിയർ ആയിട്ട് യൂറിനേഷൻ സമയത്ത് യൂറിന്റെ ഒഴുക്ക് അല്ലെ, അതിന്റെ ഒഴുക്ക് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പരിശോധന, ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ യൂറോഫ്ലോമെട്രി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, the speed of urine flow is calculated electronically and evaluated how well the urinary tract works. അപ്പൊ നമ്മുടെ ഇവിടെ എന്താണ്? യൂറിന്റെ ഫ്ലോ അല്ലെ, യൂറിന്റെ ഫ്ലോയുടെ ആ ഒരു ഫ്ലോ കൃത്യമായിട്ട് ഇലക്ട്രോണിക്കലി അത് കാൽക്കുലേറ്റ് ചെയ്യുകയും
നമ്മുടെ യൂറിനറി ട്രാക്ട് എത്രത്തോളം ഇഫക്റ്റീവ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മെഷർ ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു, യൂറോഫ്ലോമെട്രി സഹായിക്കുന്നു. പരിശോധനയെ യൂറോഫ്ലോമെട്രി എന്നാണ് പറയാ. അതിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റിനെ യൂറോഫ്ലോമീറ്റർ എന്ന് പറയാം. ഓക്കെ, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി, അറിയാത്ത എളുപ്പമാണ് കേട്ടോ. അടുത്തതാണ് 27ാമത്തെയാണ് ബൈനോക്കുലർ മൈക്രോസ്കോപ്പ്. ഇതാണ് ബൈനോക്കുലർ മൈക്രോസ്കോപ്പ് കേട്ടോ. ബൈനോക്കുലർ ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ. ബൈനോക്കുലർ മൈക്രോസ്കോപ്പിന്റെ പ്രത്യേകത എന്തായിരിക്കും? ബൈനാണ് വന്നിരിക്കുന്നത് അല്ലെ. രണ്ട് കണ്ണുകളും നമുക്ക് ഒരേ സമയം ഉപയോഗിച്ചുകൊണ്ട് സ്പെസിമെൻസിനെയൊക്കെ ഒബ്സർവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് അല്ലെ ബൈനോക്കുലർ മൈക്രോസ്കോപ്പ്. സാധാരണ മൈക്രോസ്കോപ്പ് എങ്ങനെയാ? നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തുള്ള മൈക്രോസ്കോപ്പുകൾ എങ്ങനെയാ? ഓക്കെ, സത്യത കറക്റ്റ് ചെയ്തിട്ട് 2 ഐ പീസസ് ഉണ്ട് അല്ലെ. ഓക്കെ, മറ്റേന്ന് പറയുമ്പോൾ ഒരു ഐ പീസേ ഉണ്ടാവുള്ളൂ അല്ലെ, ഒരു കണ്ണടച്ച് വേണം നമ്മൾ നോക്കാനായിട്ട്. ബൈനോക്കുലർ എന്ന് പറയുമ്പോൾ പിന്നെ 2 ഐ പീസ് ഉണ്ടാവുന്ന നിങ്ങൾക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലെ. രണ്ട് കണ്ണുകളും ഒരേ സമയം ഉപയോഗിച്ചുകൊണ്ട് സ്പെസിമെൻസിനെ ഒബ്സർവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന മൈക്രോസ്കോപ്പ് കേട്ടോ. ദാറ്റ് ഈസ് കോൾഡ് ബൈനോക്കുലർ മൈക്രോസ്കോപ്പ്. നോക്കാം, ദ ബേസ് ഈസ് ദ സപ്പോർട്ട് മെക്കാനിസം. ഇതാണ് അതിന്റെ ബേസ് കേട്ടോ. നോക്കാം, ബൈനോക്കുലർ മൈക്രോസ്കോപ്പ് ഈസ് എ മൈക്രോസ്കോപ്പ് വിത്ത് എ ഹെഡ് ദാറ്റ് ഹാസ് എ 2 ഐപീസ് ലെൻസസ്. സഫീർ പറഞ്ഞ പോലെ 2 ഐപീസ് ലെൻസുകൾ അതിനുണ്ട്. അതുകൊണ്ടാണ് ബൈ എന്ന് പറയുന്നത്, ബൈനോക്കുലർ എന്ന് പറഞ്ഞിട്ട്. At present, binocular is generally used to refer to compound or high power microscopes where the 2 eyepieces view through a single objective lens. അപ്പോ സാധാരണ നമ്മൾ ബൈനോക്കുലർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് കോമ്പൗണ്ട്, കോമ്പൗണ്ടിന് ഒന്നിലധികം ലെൻസുകൾ ഉപയോഗിക്കുന്ന ഐ പീസസുകളുള്ള കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകൾ, അതുപോലെ ഹൈ പവർ മൈക്രോസ്കോപ്പുകളെയൊക്കെ റെപ്രസെന്റ് ചെയ്യാനായിട്ടാണ് പൊതുവെ നമ്മൾ ബൈനോക്കുലർ എന്ന് പറയുന്നത് കേട്ടോ. അവിടെ 2 ഐ പീസുകളാണ് ഉപയോഗിക്കുന്നത്. അത് ഒറ്റ സിംഗിൾ ലെൻസിലൂടെയാണ് നമ്മൾ കാണുന്നത് കേട്ടോ. 2 ഐ പീസ് ലെൻസിലൂടെ നമ്മൾ 2 ഐ പീസുകൾ ഉപയോഗിച്ച് ഒറ്റ ലെൻസിലൂടെ, ഒരൊറ്റ ഒബ്ജക്റ്റീവ് ലെൻസിലൂടെയാണ് നമ്മൾ ആ ഒരു സ്പെസിമെന്റിനെ ഒബ്സർവ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് കറക്റ്റ് ആ ഒരു സ്പെസിമെന്റ് ഒരു 3D ഇമേജ് തന്നെ നമുക്ക് അതിലൂടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഒരു ഹൈ പവർ മൈക്രോസ്കോപ്പ് കൂടെയാണെന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ, ബൈനോക്കുലർ മൈക്രോസ്കോപ്പ്. ഓക്കെ, അടുത്തത് എന്താണ്? സെൻട്രിഫ്യൂജ് അല്ലെ. സെൻട്രിഫ്യൂജ് എവിടെയായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാകാം? ലാബുകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും അല്ലെ, സെൻട്രിഫ്യൂജുകൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ നോക്കാം, എ സെൻട്രിഫ്യൂജ് ഈസ് എ ലബോറട്ടറി ഇൻസ്ട്രുമെന്റ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് ഫ്ലൂയിഡ്സ്, ഗ്യാസ് ഓർ ലിക്വിഡ് അല്ലെ. ഈ പറയുന്ന വാതകങ്ങള്, ലിക്വിഡ്സുകളായിക്കോട്ടെ മറ്റുള്ള ഫ്ലൂയിഡ്സുകളെയൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഡിക്കൽ എക്യുപ്മെന്റ് ഏതാണ്? സെപ്പറേറ്റ് അല്ലെ, സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഡിക്കൽ എക്യുപ്മെന്റ് എന്താണ്? സെൻട്രിഫ്യൂജ് ആണ് അല്ലെ, സെൻട്രിഫ്യൂജ് ആണ്. ഓക്കെ, ഇതിന്റെ ബേസിലാണ് ബേസ്ഡ് ഓൺ ഡെൻസിറ്റി അല്ലെ. ഡെൻസിറ്റി എന്താണ്? സാന്ദ്രതയെ ബേസ് ചെയ്തുകൊണ്ട് ആണ് അവിടെ എന്താണ് ഫ്ലൂയിഡ്സുകളെ, ഗ്യാസുകളെ മറ്റുമൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, separation is attained by spinning a vessel that contains material at a high speed. The centrifugal force propels heavier materials to the outside of the vessel. അപ്പൊ നമുക്കറിയാം ഇതൊരു സെൻട്രിഫ്യൂജ് ആണ് അല്ലെ. ഇതിനകത്തൊരു സ്പിന്നിങ് വെസൽ ഉണ്ട്, അതായത് ഇങ്ങനെ കറങ്ങുന്ന ഒരു വെസൽ ഉണ്ട് അല്ലെ. അതിനകത്ത് നമ്മൾ മെറ്റീരിയൽ വെക്കും, എന്നിട്ട് എന്ത് ചെയ്യാണ്? സ്പിൻ ചെയ്യാണ് അല്ലെ. വളരെ ശക്തമായിട്ട് വളരെ ഹൈ സ്പീഡിൽ നമ്മൾ അതിനെ കറക്കുകയാണ്, സ്പിൻ ചെയ്യാണ്. അപ്പൊ സ്പിൻ ചെയ്യുമ്പോൾ അവിടെ എന്താ അനുഭവപ്പെടും? ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അവിടെ അനുഭവപ്പെടും. അപകേന്ദ്ര ബലം എന്ന് പറയും കേട്ടോ. എന്താണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്? അത് വേറൊന്നുമല്ല, ഇങ്ങനെ സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന, അതായത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കുലർ പാത്തില് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന ഒരു ബലമാണ്. ആ ബലത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് പുറത്തേക്ക് തെറിച്ചു പോകാനുള്ള ഒരു ബലമാണ്. സെൻട്രലിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു പോകാനുള്ള ഒരു ബലമാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്നാണ് പറയാ. ഇതും എന്താണ്? ഒരു സ്പിന്നിങ് വെസലാണ് അല്ലെ. സെൻട്രിഫ്യൂജിനകത്ത് ഒരു സ്പിന്നിങ് വെസലാണ്. ഇതിനകത്ത് മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ ഹൈ സ്പീഡിൽ ഇങ്ങനെ സ്പിൻ ചെയ്യുമ്പോൾ, അതായത് ഇങ്ങനെ കറക്കുന്ന സമയത്ത് ഡെൻസിറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ ഡെൻസിറ്റി കൂടിയ വസ്തുക്കൾ വെച്ചാൽ അത്യാവശ്യം ഹെവിയർ ആയിട്ടുള്ള വസ്തുക്കൾ എന്ത് ചെയ്യും? പുറത്തോട്ട് എന്താണ് പുറത്തേക്ക് തെറിക്കുന്ന രീതിയിൽ, അതായത് പുറത്തോട്ട് പോകും. അതേസമയം ഡെൻസിറ്റി കുറഞ്ഞത് അത് തന്നെ അപകേന്ദ്ര ബലമാണ് കേട്ടോ, അപകേന്ദ്ര ബലമാണ്. ഓക്കെ, പിന്നെ എന്താ പറയുക, ഡെൻസിറ്റി കുറഞ്ഞ വസ്തുക്കൾ ഉണ്ടാവുക, അതായത് ലൈറ്റർ ആയിട്ടുള്ള വസ്തുക്കൾ അത് സെന്ററിനോട് അനുബന്ധിച്ച് കാണും. അപ്പൊ എന്തുണ്ടായത്? ഒരു സെപ്പറേഷൻ നടന്നില്ലേ? ഡെൻസിറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഡെൻസിറ്റി കൂടിയ വസ്തുക്കൾ പുറത്തോട്ടും ഡെൻസിറ്റി കുറഞ്ഞ വസ്തുക്കൾ സെന്ററിനോട് ചേർന്നുമാണ് വരിക. ഓക്കെ, അപ്പൊ അത് ആ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ് അവിടെ ആക്ട് ചെയ്യുന്നത്. അപ്പൊ അതിലൂടെ എന്ത് നടക്കാണ്? അവിടെ സെപ്പറേഷൻ നടക്കുന്നത്. അതാണ് അവിടെ പറയുന്നത്.
Separation is attained by spinning a vessel that contains a material at high speed. The centrifugal force propels the heavier materials to the outside of the vessel. Heavier ആയിട്ടുള്ള വസ്തുക്കൾ പുറത്തോട്ടും ലൈറ്റർ ആയിട്ടുള്ള ഡെൻസിറ്റി കുറഞ്ഞ വസ്തുക്കൾ സെന്ററിനോട് ചേർന്ന് അങ്ങനെയാണ് അവിടെ സെപ്പറേഷൻ നടക്കുന്നത് കേട്ടോ. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് വെച്ചാൽ അപകേന്ദ്ര ബലം. അപകേന്ദ്ര ബലം. ഓക്കെ, ക്ലിയർ ആയി പറഞ്ഞത്? അപ്പൊ നിങ്ങളോട് ചോദിക്കാം കേട്ടോ, വിച്ച് ഇൻസ്ട്രുമെന്റ് ദാറ്റ് ഇസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് ദ ഫ്ലൂയിഡ്സ്, ഗ്യാസ് ഓർ ലിക്വിഡ് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? സെൻട്രിഫ്യൂജ് ആണ് കേട്ടോ. ഇതിന്റെ ബേസിലാണ് ഡെൻസിറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ, മനസ്സിലായി? നെക്സ്റ്റ് വരുന്നതാണ് മിനി റോട്ടറി ഷേക്ക് കേട്ടോ. അതെ അതെ, ഡെൻസിറ്റി കൂടിയത് പുറത്തോട്ട് തെറിക്കും, ഡെൻസിറ്റി കുറഞ്ഞത് സെന്ററിനോട് ചേർന്ന്. അപ്പൊ അവിടെ സെപ്പറേഷൻ നടന്നില്ലേ, സെപ്പറേറ്റ് ആയില്ലേ വസ്തുക്കൾ. അതാണ് അവർ പറഞ്ഞത്, ഡെൻസിറ്റിനെ ബേസ് ചെയ്തിട്ടുണ്ട് അവിടെ സെപ്പറേഷൻ നടന്നിട്ടുണ്ട് കേട്ടോ. അടുത്തതാണ് മിനി റോട്ടറി ഷേക്ക്. മിനി റോട്ടറി ഷേക്ക് കേട്ടോ. അപ്പൊ ഓർത്താൽ മതി, ഷേക്ക് നമ്മൾ ഷേക്ക് ഒക്കെ കുടിക്കാറില്ലേ? അതെ, ഓക്കെ, സത്യം. അതായത് നമ്മുടെ ഷേക്ക് എങ്ങനെയാ മിക്സ് ചെയ്യാണ് അല്ലെ, മിക്സിംഗ് അല്ലേ ചെയ്യുന്നത് അല്ലെ? അതെ തന്നെ. അപ്പൊ മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക, എല്ലാം കൂടെ ഇട്ടിട്ട് ഒരു അടിക്കലാണ് മിക്സ് ചെയ്യുന്ന ഒരു സംഭവം ഷേക്ക്. എന്നതുപോലെ തന്നെ മിനി റോട്ടറി ഷേക്കിന്റെ പർപ്പസ് എന്തായിരിക്കും? മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ നോക്കാം, ഇറ്റ് ഹെൽപ്സ് ടു മിക്സ് ദ ഫ്ലൂയിഡ്സ് ഇൻ ടെസ്റ്റ് ട്യൂബ്സ് ആൻഡ് ഗ്ലാസ് വെസൽസ് ഓഫ് ഡിഫറെന്റ് വോളിയംസ് അല്ലെ. ഡിഫറെന്റ് വോളിയംസിലുള്ള വ്യത്യസ്ത അളവിലുള്ള ഗ്ലാസ് ട്യൂബുകളില് അതുപോലെ ഗ്ലാസ് വെസൽസുകളിലൊക്കെ ഫ്ലൂയിഡുകൾ പരസ്പരം മിക്സ് ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണിത് മിനി റോട്ടറി ഷേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് ഷേക്കേഴ്സ് ഫൈൻഡ് ദ ആപ്ലിക്കേഷൻസ് ഇൻ പാത്തോളജി, മൈക്രോബയോളജി, കെമിസ്ട്രി, മോളിക്യുലാർ ബയോളജി. അപ്പൊ ഈ ഒരു എക്യുപ്മെന്റിന് എവിടെയൊക്കെയാണ് ഉപയോഗം വരുന്നത്? ഇത് ഫൈൻഡ് ദ ആപ്ലിക്കേഷൻ പാത്തോളജി അല്ലെ, പാത്തോളജി, മൈക്രോബയോളജി ഇതൊക്കെ ഇവിടെ പഠിച്ചത് നിങ്ങള് ലബോറട്ടറിയിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ, ലാബിന്റെ തന്നെ ഭാഗമാണ് അല്ലെ പാത്തോളജി. അതായത് അവിടെ നമ്മൾ ഈ പറയുന്ന ടിഷ്യൂ സാമ്പിൾസുകളൊക്കെ പരസ്പരം മിക്സ് ചെയ്യുന്നതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ മൈക്രോബയോളജി അല്ലെ, മൈക്രോ ഓർഗാനിസത്തിനെയൊക്കെ സ്റ്റഡി ചെയ്യുന്ന ലാബുകൾ അല്ലെ, അവിടെയൊക്കെ നമുക്ക് പരസ്പരം മിക്സ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള മിനി റോട്ടറി ഷേക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. കെമിസ്ട്രി ലാബുകളിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, ഈ പറയുന്ന സൊല്യൂഷൻസുകൾ അതൊക്കെ എന്ത് ചെയ്യാണ്, പരസ്പരം മിക്സ് ചെയ്യാൻ, റിയേജന്റുകളെയൊക്കെ പരസ്പരം മിക്സ് ചെയ്യുന്നതിനായിട്ട്. അതുപോലെ തന്നെ മോളിക്യുലാർ ബയോളജി അല്ലെ, DNA, RNA, പ്രോട്ടീൻസ് ഇതൊക്കെ പരസ്പരം മിക്സ് ചെയ്യുന്നതിനും മറ്റുമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ് എന്ത്? മിനി റോട്ടറി ഷേക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു മിക്സ് ദ ഫ്ലൂയിഡ്സ് അല്ലെ, മിക്സ് ദ ഫ്ലൂയിഡ്സ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ് കേട്ടോ മിനി റോട്ടറി ഷേക്ക്. ഓക്കെ, അടുത്തത് 30ാമത്തെയാണ് ട്രെഡ്മിൽ. ട്രെഡ്മിൽ അഥവാ കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ് കേട്ടോ. ട്രെഡ്മിൽ ടെസ്റ്റ് എന്നൊക്കെയാണ് പറയാ കേട്ടോ, കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ്. TMT ടെസ്റ്റ് എന്നൊക്കെ പറയില്ലേ, TMT ഇപ്പൊ നമ്മള് ഡോക്ടേഴ്സ് ഒക്കെ എഴുതി തരും, ECG, എക്കോ, TMT ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ട്രെഡ്മിൽ ടെസ്റ്റ് എന്നാണ് കേട്ടോ. മറ്റൊരു പേരെന്താണ്? കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ്. പഠിച്ചു വെക്കട്ടോ കേട്ടോ. ട്രെഡ്മിൽ അത് തന്നെ ഓടിക്കും, അത് തന്നെ ട്രെഡ്മിൽ ടെസ്റ്റ് അഥവാ മറ്റൊരു പേരെന്താണ്? കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ് എന്നും അറിയപ്പെടുന്നു കേട്ടോ, ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നോക്കുക, ആൾസോ നോൺ ആസ് എ കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ് കേട്ടോ, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. This is a cardiological test that evaluates the heart's capacity to respond to the external stress in a controlled clinical environment. അതായത് ഒരു കൺട്രോൾഡ് ക്ലിനിക്കൽ എൻവയോൺമെന്റ് എന്താണ്? അതായത് ഒരു എക്സ്റ്റേണൽ സ്ട്രെസ്സിനോട് ഒരു എക്സ്റ്റേണൽ സ്ട്രെസ് കൊടുക്കുകയാണ്. അത് അതായത് ഇപ്പൊ നമ്മൾ ഓടിക്കുന്നു പറഞ്ഞില്ലേ, ഓടുക, നടക്കുക, അതൊക്കെ എന്താണ്? ഒരു എക്സ്റ്റേണൽ സ്ട്രെസ് ആണ് അല്ലെ. ആ ഒരു എക്സ്റ്റേണൽ സ്ട്രെസ്സിനോട് നമ്മുടെ ഹാർട്ടിന് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അത് മെഷർ ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റ് ആണ് ഇത് കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ് അഥവാ TMT ടെസ്റ്റ് അഥവാ ട്രെഡ്മിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എക്സ്റ്റേണൽ സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഓടിക്കുന്നു അല്ലെ, ആ ട്രെഡ്മില്ലിൽ കയറ്റിയിട്ട് ഓടിക്കും. ആദ്യം സ്പീഡ് കുറയ്ക്കും, ആദ്യം പതുക്കെ നടക്കും, പിന്നെ അത് കഴിഞ്ഞ് അവരിങ്ങനെ സ്പീഡ് ഇങ്ങനെ കൂട്ടി കൊണ്ടുവരും. അതിനനുസരിച്ച് നമ്മൾ സ്പീഡിൽ നടക്കണം, അവസാനം ഓടുന്ന പരുവത്തിലോട്ടാവും അല്ലെ. അത്രയും സ്പീഡിൽ അവര് അത് മെഷീൻ ഉപയോഗിക്കും. അപ്പൊ ആ സമയത്ത് നമ്മൾ ഓടുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു എക്സ്റ്റേണൽ സ്ട്രെസ് ആണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. ഈ നടക്കുമ്പോഴും ഓടുമ്പോഴൊക്കെ കൂടുതൽ സ്ട്രെസ് വരുന്ന ഇതിനാ ഹാർട്ടിനാണ് അല്ലെ, ഹൃദയത്തിനാണ്. അപ്പൊ ആ ഒരു നമ്മുടെ ഹാർട്ടിന് ആ ഒരു എക്സ്റ്റേണൽ സ്ട്രെസ്സിനോട് എത്രത്തോളം റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്, അതാണ് അതിലൂടെ മെഷർ ചെയ്യുന്നത് കേട്ടോ. അതാണ് പറയുന്നത് എക്സ്റ്റേണൽ സ്ട്രെസ്സിനെ കൺട്രോൾഡ് ക്ലിനിക്കൽ എൻവയോൺമെന്റ്. The stress response is pursued
ബൈ എക്സൈറ്റ് ഓർ ബൈ ഡ്രഗ് സ്റ്റിമുലേഷൻ. അപ്പോ ഈ പറയുന്ന എക്സ്റ്റേണൽ സ്ട്രെസ് എന്ന് പറയുമ്പോൾ അതെങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാം? ഇറ്റ് ഈസ് പെർസ്യൂഡ് ബൈ എക്സൈറ്റ്. എക്സൈറ്റ് മീൻസ് എക്സസൈസ് ആണ്, അതായത് ഓടിക്കോ അല്ലെങ്കിൽ നടക്കോ അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കും. അപ്പൊ എക്സ്റ്റേണൽ സ്ട്രെസ് അങ്ങനെ കൊടുക്കാം. ഓർ ബൈ ഡ്രഗ് സ്റ്റിമുലേഷൻ, അല്ലെങ്കിൽ ഏതെങ്കിലും മരുന്ന് മെഡിസിൻ എന്തെങ്കിലും കൊടുത്തുകൊണ്ട് നമുക്കൊരു എക്സ്റ്റേണൽ സ്ട്രെസ് കൊടുക്കാം. അല്ലെങ്കിൽ ഓടിക്കുക, ആ രീതിയിൽ എക്സസൈസ് കൊടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രഗ് ഉപയോഗിച്ചുകൊണ്ട് ഒരു എക്സ്റ്റേണൽ സ്ട്രെസ് കൊടുക്കുക. അങ്ങനെ സ്ട്രെസ് കൊടുക്കുമ്പോൾ ഹാർട്ടിന് എത്രത്തോളം അത് റെസ്പോണ്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നത് മെഷർ ചെയ്യുന്നതിനുള്ള ആ ഒരു ടെസ്റ്റിനെയാണ് TMT ടെസ്റ്റ്, ട്രെഡ്മിൽ ടെസ്റ്റ്. മറ്റൊരു പേര് എന്താണ്? കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഓടുമ്പോഴും ചാടുമ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഹാർട്ടിനാണ് ആ ഒരു സ്ട്രെസ് വരുന്നത് കേട്ടോ, സ്ട്രെയിൻ വരുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്തതാണ് ഗ്ലൂക്കോമീറ്റർ. എല്ലാവർക്കും അറിയാവുന്നതാണ്, വീടുകളിലൊക്കെ ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ടാവുക അല്ലെ. ഗ്ലൂക്കോമീറ്റർ എന്തിനായിരിക്കും? നമ്മുടെ ബ്ലഡ് ഷുഗർ അല്ലെ, നമ്മുടെ ബ്ലഡിനകത്തുള്ള ഷുഗർ ലെവല് അത് മെഷർ ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്, ദാറ്റ് ഈസ് കോൾഡ് ഗ്ലൂക്കോമീറ്റർ. ഗ്ലൂക്കോസ് മീറ്റർ എന്ന് പറയട്ടോ, ഗ്ലൂക്കോമീറ്റർ അഥവാ ഗ്ലൂക്കോസ് മീറ്റർ എന്ന് പറയാം കേട്ടോ. ഗ്ലൂക്കോസ് മീറ്റർ ഈസ് എ മെഡിക്കൽ എക്യുപ്മെന്റ് which is used to determine the proper concentration of glucose in the blood. നമ്മുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന്റെ കോൺസെൻട്രേഷൻ മെഷർ ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ് ഗ്ലൂക്കോമീറ്റർ എന്ന് പറയുന്നത്. It can also be a piece of glucose paper immersed into a substance and measured to the glucose chart. അപ്പൊ ഇതിനകത്തൊരു ഗ്ലൂക്കോസ് സ്ട്രിപ്സുകൾ ഉണ്ട്, പേപ്പർ സ്ട്രിപ്സുകൾ കിട്ടും അതിന്റെ കൂടെ. അപ്പൊ അതിലാണ് നമ്മുടെ ബ്ലഡ് ചെറുതായിട്ട് തന്നെ സൂചി നീഡിലൊക്കെ ഉണ്ടാവും, അത് വെച്ച് ജസ്റ്റ് നമ്മുടെ ഫിംഗറിന്റെ അറ്റത്ത് ജസ്റ്റ് ഒന്ന് പ്രിക്ക് ചെയ്ത് കഴിഞ്ഞാല് ബ്ലഡ് വരും. ആ ബ്ലഡ് നമ്മൾ ആ സ്ട്രിപ്പ് ഉണ്ടല്ലോ, ആ സ്ട്രിപ്പ് നമ്മൾ ഗ്ലൂക്കോസ് മീറ്റർ ആയിട്ട് ഘടിപ്പിക്കാം. എന്നിട്ട് ആ സ്ട്രിപ്പിനകത്തേക്ക് നമ്മൾ ആ ബ്ലഡ് പിടിക്കാം, എന്നിട്ട് ആ ബ്ലഡ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാം. അപ്പൊ നമുക്ക് ആ റീഡിങ് കറക്റ്റ് ആയിട്ട് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഓക്കെ, ക്ലിയർ ആയി പറഞ്ഞത്? അതാണ് ഗ്ലൂക്കോമീറ്റർ. ചില വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും കേട്ടോ, ഗ്ലൂക്കോമീറ്റർ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. ഇല്ലേ, പറയാൻ പറ്റും കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് ഇൻഫ്യൂഷൻ പമ്പ് കേട്ടോ. ഇൻഫ്യൂഷൻ പമ്പ് ഇത് പഠിക്കുമ്പോൾ ഏതുമായിട്ട് കൺഫ്യൂസ്ഡ് ആവരുത്? സിറിഞ്ച് പമ്പുമായിട്ട് കൺഫ്യൂസ്ഡ് ആവരുത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിറിഞ്ച് പമ്പ് പഠിച്ചല്ലോ. ആ സിറിഞ്ച് പമ്പും ഇൻഫ്യൂഷൻ പമ്പും രണ്ടും കൂടെ കേട്ട് കഴിയുമ്പോൾ രണ്ടും ഒരുപോലെ ഇരിക്കും. അപ്പൊ അത് മാറിപ്പോകരുത് കേട്ടോ. അപ്പൊ നോക്കാം, എന്താണ് ഇൻഫ്യൂഷൻ? രണ്ടും ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു അഡ്മിനിസ്റ്റർ ദ ഫ്ലൂയിഡ്സ് ഓർ മെഡിക്കേഷൻസ് ഇൻ ടു ദ പേഷ്യന്റ് അല്ലെ. പേഷ്യന്റിന്റെ ശരീരത്തിലോട്ട് ഈ പറയുന്ന മരുന്നുകൾ, ഫ്ലൂയിഡ്സുകളൊക്കെ ഇൻഫ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. രണ്ട് എക്യുപ്മെന്റ് യൂസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. സിറിഞ്ച് പമ്പും ഇൻഫ്യൂഷൻ പമ്പിന്റെ പർപ്പസ് സെയിം തന്നെയാണ് കേട്ടോ, രണ്ടും അതിന്റെ വേണ്ടി തന്നെ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ, പറയാതെ. An infusion pump that injects the fluids, medication of nutrients into a patient's circulatory system. അതായത് നമ്മുടെ പേഷ്യന്റിന്റെ സർക്കുലേറ്ററി സിസ്റ്റത്തിലോട്ട്, എന്നുവെച്ചാൽ നമ്മുടെ ആ ഒരു ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിലോട്ട് മെഡിക്കേഷൻസ്, മരുന്നുകള്, ഫ്ലൂയിഡ്സുകള്, പോഷകങ്ങള് ഇതൊക്കെ ഇൻഫ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇൻഫ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ഉള്ളിലേക്ക് കടത്തി വിടുക. ഇൻഫ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ അഡ്മിനിസ്റ്റർ ചെയ്യാന്നുള്ള ഉള്ളിലേക്ക് കടത്തി വിടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു എക്യുപ്മെന്റ് ആണ് ഇൻഫ്യൂഷൻ പമ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻട്രാവെനസ്ലി. ഇൻട്രാവെനസ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? IV ആയിട്ട് കൊടുക്കാം. IV ഒക്കെ എടുത്ത ആൾക്കാരുണ്ടല്ലോ, IV ട്രിപ്പ് കയറ്റാറില്ലേ, നമ്മുടെ വെയിനിലോട്ട് നേരിട്ട് ഇൻസേർട്ട് ചെയ്ത് ഇൻട്രാവെനസ്ലി നമുക്കത് യൂസ് ചെയ്യാം. ആൾഡോ സബ്ക്യൂട്ടേനിയസ്. സബ്ക്യൂട്ടേനിയസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, മെഡിക്കൽ ടെർമിനോളജിയിലുണ്ട്. എന്താണ് അർത്ഥം? അണ്ടർ ദ സ്കിൻ എന്നാണ് കേട്ടോ. അണ്ടർ ദ സ്കിൻ, നേരിട്ട് സ്കിന്നിന്റെ അടിയിലോട്ട്. അപ്പൊ നമ്മൾ ഈ ഇൻസുലിൻ ഒക്കെ കൊടുക്കില്ലേ, ഇൻസുലിൻ ഒക്കെ ഇഞ്ചക്ഷൻ ഒക്കെ ചെയ്യുന്ന നേരി ഇൻട്രാ സബ്ക്യൂട്ടേനിയസ് ആയിട്ടാണ്. നമ്മുടെ സ്കിന്നിന്റെ താഴത്തോട്ട് കേട്ടോ. സബ്ക്യൂട്ടേനിയസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അണ്ടർ ദ സ്കിൻ ആണ് കേട്ടോ, നമ്മുടെ സ്കിന്നിന്റെ അടിയിലോട്ട്. അതുപോലെ ആർട്ടറിയിലോട്ട് നേരിട്ട് കൊടുക്കാം, ധമനിയിലോട്ട് നേരിട്ട് ഇൻഫ്യൂസ് ചെയ്യാം. ആൻഡ് സംടൈംസ് യൂസ്ഡ് ഫോർ ദ എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷൻ. എപ്പിഡ്യൂറൽ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താ? എപ്പിഡ്യൂറൽ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സ്പൈനൊക്കെ ഉണ്ടല്ലോ, നട്ടെല്ലിന്റെ ചുറ്റുമുള്ള ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എപ്പിഡ്യൂറൽ സ്പേസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ സിസേറിയൻ ഒക്കെ ചെയ്യില്ലേ, സിസേറിയൻ ചെയ്യുമ്പോൾ എവിടെയൊക്കെ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്? സ്പൈനിന്റെ എവിടെയൊക്കെ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്? എപ്പിഡ്യൂറൽ സ്പേസിനകത്തോട്ടാണ് അവിടെ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് അല്ലെ. അതാണ് എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷൻ എന്ന് പറയാം. അപ്പൊ ഈ രീതികളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും?
ഈ പറയുന്ന ഫ്ലൂയിഡ്സിനെ ഇൻജെക്ട് ചെയ്യാനായിട്ട് പറ്റും, ഇൻഫ്യൂസ് ചെയ്യാട്ടോ, ഇൻജെക്ട് ചെയ്യാൻ ഉള്ളിലേക്ക് കടത്തി വിടാനായിട്ട് സാധിക്കും. പല രീതിയിലും കൊടുക്കാതെ ഇൻട്രാവെനസിൽ നേരിട്ട് വെയിലൂടെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം, സബ്ക്യൂട്ടേനിയസിലെ അണ്ടർ ദ സ്കിന്നിലോട്ട് നേരിട്ട് നമുക്ക് കടത്തി വിടാം, ആർട്ടീരിയൽ കൊടുക്കാം, നേരിട്ട് ആർട്ടറിയിലോട്ട് ഇൻഫ്യൂസ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിലോ സംടൈംസ് യൂസ്ഡ് ഫോർ ദ എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷൻ. അതായത് എപ്പിഡ്യൂറൽ സ്പേസ്, നമ്മുടെ സ്പൈൻ, നമ്മുടെ നട്ടെല്ലിന് ചുറ്റുമുള്ള ആ ഒരു സ്പേസ് ആണ് എപ്പിഡ്യൂറൽ സ്പേസ് എന്നാണ് പറയാ. സിസേറിയൻ സമയത്തൊക്കെ കൊടുക്കുന്നത് അങ്ങോട്ടേക്കാണ് കേട്ടോ. അങ്ങനെ എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷനും സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും കേട്ട് കഴിയുമ്പോൾ സിറിഞ്ച് പമ്പും ഇത് തന്നെയല്ലേ നിങ്ങൾ പഠിച്ചത്. ഇതെന്താ വ്യത്യാസം, എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ആലോചിച്ച് നോക്കിയേ. സിറിഞ്ച് പമ്പിനകത്ത് എന്താണ്, നമ്മൾ ചെറിയ അളവില്, അതായത് സ്മോൾ ഡോസിലൊക്കെ ഫ്ലൂയിഡ്സ് ഇൻജെക്ട് ചെയ്യാനായിട്ടാണ് സിറിഞ്ച് പമ്പ് ഉപയോഗിക്കുന്നത്. പിന്നെ അതിനകത്ത് ഒരു സിറിഞ്ച് ഉണ്ടായിരിക്കും അല്ലെ. സിറിഞ്ച് എന്ന് പറയുമ്പോൾ വളരെ ചെറിയ കപ്പാസിറ്റി മാത്രമേ ഉള്ളൂ, അല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ സ്മോൾ വോളിയംസ്, സ്മോൾ ഡോസിലൊക്കെ ഫ്ലൂയിഡ്സുകൾ ഇൻഫ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സിറിഞ്ച് പമ്പ് ഉപയോഗിക്കുന്നത്. അതേസമയം ഇൻഫ്യൂഷൻ പമ്പ് എന്ന് പറയുമ്പോൾ കുറെ കൂടെ ലാർജർ വോളിയംസ് ഓഫ് ഫ്ലൂയിഡ്സ്, മെഡിക്കേഷൻസ് ഒക്കെ എന്താണ് പേഷ്യൻസിലേക്ക് ഇൻഫ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻഫ്യൂഷൻ പമ്പാണ്. അതാണ് അവ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, വോളിയത്തിലുള്ള വ്യത്യാസമാണ് കേട്ടോ. സിറിഞ്ച് പമ്പിന് ചെറിയ സിറിഞ്ച് അല്ലേ, ചെറിയ വോളിയംസ് ഓഫ് മെഡിക്കേഷൻസ്, ഫ്ലൂയിഡ്സ് ഒക്കെ ഇൻസേർട്ട് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇൻഫ്യൂഷൻ പമ്പ് എന്ന് പറയുമ്പോൾ കുറെ കൂടെ ലാർജർ വോളിയംസ് ഓഫ് ഫ്ലൂയിഡ്സ്, മെഡിക്കേഷൻസ് ഒക്കെ ഇൻഫ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻഫ്യൂഷൻ പമ്പ് ഉപയോഗിക്കുന്നത്. രണ്ടിനും പർപ്പസ് എന്താണ്, ഒന്ന് തന്നെയാണ് കേട്ടോ. രണ്ട് ഇൻഫ്യൂഷന് വേണ്ടി തന്നെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകളാണ്. വ്യത്യാസം ഇതാണ് കേട്ടോ. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? അടുത്തതാണ് എക്സ്റേ. എക്സ്റേ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. X-ray is a swift, pain-free procedure that is done to make the images of the structures within the body, especially the bones. അല്ലെ, നമ്മുടെ ശരീരത്തിനകത്ത് പ്രത്യേകിച്ച് നമ്മുടെ ബോൺസുകളുടെ അല്ലെ, പ്രത്യേകിച്ച് എല്ലുകളുടെ ഒക്കെ ഇമേജസുകൾ എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന വളരെ വേഗത്തിലും വളരെ പെയിൻ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറും കൂടിയാണ് എന്ത്, എക്സ്റേ എന്ന് പറയുന്നത്. പറഞ്ഞ എത്ര കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ. ഓക്കെ, അടുത്തത് എന്താണ്, സി ടി സ്കാൻ ആണ് അല്ലെ. സി ടിയുടെ ഫുൾ ഫോം എന്താണ്, കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി. നിങ്ങൾ റേഡിയോളജിയിൽ പഠിച്ചിട്ടില്ലേ, കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി എന്നാണ് കേട്ടോ. അപ്പൊ നോക്കാം, a computed tomography scan or a CT scan that utilizes computer processed combinations of many X-ray measurements taken from the various angles to make the cross-sectional images of a particular areas of a scanned object. അല്ലെ, നമ്മുടെ ശരീരത്തിന്റെ എന്താണ് ആന്തരിക ഭാഗങ്ങൾ അല്ലെ, ആന്തരിക അവയവങ്ങളുടെയൊക്കെ ക്രോസ് സെക്ഷണൽ ഇമേജസ്, വിശദമായിട്ടുള്ള ക്രോസ് സെക്ഷണൽ ഇമേജസ് എടുക്കുന്നതിനായിട്ട് എക്സ്റേസ് എന്താണ് ഉപയോഗിക്കുന്നത്, എക്സ്റേ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ. എക്സ്റേസുകളും കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ഇമേജിംഗ് എന്താ പറയാ ടെക്നിക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സി ടി സ്കാൻ എന്ന് പറയുന്നത് അല്ലെ. സി ടി, കമ്പ്യൂട്ടർ ടോമോഗ്രഫി, ഫുൾ ഫോം പഠിച്ചു വെക്കണം കേട്ടോ. അവിടെ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്, എക്സ്റേസ് ആണ്, ഒരു സീരീസ് ഓഫ് എക്സ്റേസ് ആണ് നമ്മൾ അവിടെ ഉപയോഗപ്പെടുത്തുന്നത് അല്ലെ. അതോടൊപ്പം നമ്മൾ കമ്പ്യൂട്ടറും കൂടെ, കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയും കൂടെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് അത്തരം ഇമേജസുകൾ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് നോക്കുക, ദാറ്റ് പെർമിറ്റിംഗ് ദ യൂസർ ടു ഒബ്സർവ് ഇൻസൈഡ് ദ ഒബ്ജക്ട് വിത്തൗട്ട് ടിയറിംഗ് അല്ലെ. പ്രത്യേകിച്ച് മുറിവുകൾ എന്തെങ്കിലും ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ, ഇല്ല അല്ലെ. പ്രത്യേകിച്ച് അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ശരീരത്തിന്റെ ആന്തരിക ഭാഗങ്ങളുടെ ഇമേജസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് സി ടി സ്കാനുകൾ ഉപയോഗിക്കുന്നത്. സി ടിയിൽ ഉപയോഗിക്കുന്നത് എന്ത് തന്നെയാണ്, എക്സ്റേസ് തന്നെയാണ് നമ്മൾ ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത് കേട്ടോ. ഓക്കെ, ഒരു സീരീസ് ഓഫ് എക്സ്റേസും പിന്നെ കമ്പ്യൂട്ടർ കൂടെ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇമേജ് അവിടെ എടുക്കുന്നത്. അടുത്തതാണ് MRI. MRI നിങ്ങൾ പഠിച്ചതാണ്. MRIയുടെ ഫുൾ ഫോം അറിയാലോ, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. പഠിച്ചു വെക്കണം കേട്ടോ. മാഗ്നറ്റിക് അറിയാം നിങ്ങൾക്ക്, പറഞ്ഞത് മാത്രം, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. That makes sure of a large magnet and radio waves to observe the organs, structures inside the body. അല്ലെ, നമ്മുടെ ബോഡിയുടെ ആന്തരിക ഘടനകളുടെയൊക്കെ ഇമേജസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ലാർജ് മാഗ്നറ്റ് ആൻഡ് റേഡിയോ വേവ്സ്. മനസ്സിലായോ? ഇവിടെ നമ്മൾ വലിയൊരു മാഗ്നറ്റ്, ഒരു മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ തന്നെ റേഡിയോ വേവ്സുമാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. സി ടിയിൽ ഉപയോഗിക്കുന്നത് എന്താ, എക്സ്റേസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. MRI എന്താ ഉപയോഗിക്കുന്നത്, മാഗ്നറ്റിക് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ ലാർജ് മാഗ്നറ്റും റേഡിയോ വേവ്സും ആണ് അവിടെ ഉപയോഗപ്പെടുന്നത്. അതാണ് അവിടെ തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ലാർജ് മാഗ്നറ്റും റേഡിയോ വേവ്സും ഉപയോഗിച്ചുകൊണ്ട് ക്രോസ് സെക്ഷണൽ ഇമേജസ് എടുക്കുന്ന ഇമേജിംഗ് ടെക്നിക്കിനെയാണ് നമ്മൾ
രണ്ടും സെയിം അല്ലേ ഇത്? രണ്ടും സെയിം അല്ല, വ്യത്യാസമുണ്ട്. CT എന്താ ഉപയോഗിക്കുന്നത്? എക്സ്റേസ് ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ ഇമേജസ് എടുക്കുന്നത്. MRI നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ റേഡിയോ വേവ്സ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ടാണ് MRI എടുക്കുന്നത്. രണ്ടും എന്താണ്? ക്രോസ് സെക്ഷണൽ ഇമേജസ് എടുക്കാനാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഫംഗ്ഷൻ സെയിം ആണ്, പക്ഷെ കുറെ കൂടെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇമേജും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത് MRIയിലൂടെയാണ് കേട്ടോ. MRIയിലൂടെയാണ് കുറെ കൂടെ കിട്ടുക. ഓക്കെ, CTയിൽ കിട്ടില്ല എന്നല്ല പറഞ്ഞത്, കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെയുള്ള കാര്യങ്ങൾ എടുക്കാൻ MRI ആണ് കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കുക, ലാർജ് മാഗ്നറ്റ് ആൻഡ് റേഡിയോ വേവ്സ് ടു ഒബ്സർവ് ദ ഓർഗൻ സ്ട്രക്ചേഴ്സ് ഇൻസൈഡ്. ഫംഗ്ഷൻ സെയിം ആണ് കേട്ടോ, രണ്ട് ഇമേജസ് എടുക്കാനാണ് വ്യത്യാസം. CTയിൽ എക്സ്റേസ് യൂസ് ചെയ്യുന്നു, MRIയിൽ മാഗ്നറ്റും റേഡിയോ വേവ്സ് ആണ് അവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ, റേഡിയോ വേവ്സ്. ഓക്കെ, അതാണ് വ്യത്യാസം. Health care professionals makes use of MRI scans to diagnose various of conditions that affect. അപ്പോൾ എന്തൊക്കെ കണ്ടീഷൻസിനെ അഫക്ട് ചെയ്യുന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ MRIs യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്, നമ്മൾക്ക് ഈ ബ്രെയിൻ സംബന്ധമായിട്ട് സ്പൈനൽ കോഡ് നട്ടലിനെയൊക്കെ ബാധിക്കുന്ന പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പൊതുവെ MRI സ്കാനാണ് അവിടെ എടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ബോൺസ് ആൻഡ് ജോയിന്റ്സ്, ബോൺസുകള് ജോയിന്റുകളെയൊക്കെ ബാധിക്കുന്ന ഇഷ്യൂസ്, ബ്രസ്റ്റ്, അതുപോലെ തന്നെ ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽസ് കേട്ടോ. ഹാർട്ടിന്റെ ബ്ലഡ് വെസൽസിന്റെ ഒക്കെ എടുക്കാനൊക്കെ ആയിട്ട് MRI ഉപയോഗിക്കാറുണ്ട്. ഹാർട്ടിന്റെ എക്കോയും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ, എക്കോയും ഉപയോഗിക്കാറുണ്ട്. ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യും, അവര് എന്താണോ പരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് അവരാണ് സജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള കണ്ടീഷൻസിനൊക്കെ ഇമേജസ് എടുക്കാനായിട്ട് നമ്മള് അതെ, MRI ആകുമ്പോൾ കുറെ കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. കുറച്ചുകൂടെ റേറ്റ് കൂടുതലുമാണ്, MRIക്ക് നല്ല റേറ്റ് വരും. ഓക്കെ, അടുത്തതാണ്, ക്ലിയർ ആയല്ലോ? CTയും MRI മനസ്സിലായി വിചാരിക്കുന്നു. അടുത്തതാണ് ഓട്ടോക്ലേവ് കേട്ടോ. നെക്സ്റ്റ് എന്താണ്? ഓട്ടോക്ലേവ്. ഓട്ടോക്ലേവ് എനിക്ക് തോന്നുന്നു CSST അതിന്റെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓട്ടോക്ലേവ് എന്തിനു ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ്? യൂസ്ഡ് ടു സ്റ്റെറിലൈസ് അല്ലെ. സ്റ്റെറിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അണുവിമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഉപയോഗിക്കുന്നത്? സ്റ്റീമും പ്രഷറും അല്ലെ. ഹൈ ടെമ്പറേച്ചർ സ്റ്റീമും പ്രഷറും ഉപയോഗിച്ചുകൊണ്ട് യൂസ്ഡ് ടു സ്റ്റെറിലൈസ് ദ എക്യുപ്മെന്റ്സ് ആൻഡ് അതർ സപ്ലൈസ് അല്ലെ, ബൈ കില്ലിംഗ് ദ മൈക്രോ അല്ലെ. ഇത്തരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസിനെ നശിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള മെഡിക്കൽ എക്യുപ്മെന്റുകള് മറ്റുള്ള സപ്ലൈസുകളൊക്കെ അണുവിമുക്തമാക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന മെഡിക്കൽ എക്യുപ്മെന്റ്, അതാണ് എന്ത്? ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വായിക്കാം. An autoclave is a mechanical device that uses high temperature steam and pressure to destroy the microorganisms such as bacteria, virus, fungus and spores or items that are put inside its pressure vessel. ഇതിനകത്ത് ഒരു പ്രഷർ വെസൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഇതിനകത്ത് നമ്മൾ വെക്കുന്ന മെറ്റീരിയൽ എന്താണോ അതില് മൈക്രോ ഓർഗാനിസം, ബാക്ടീരിയ, ഫംഗസ്, അതുപോലെ തന്നെ വൈറസ്, അങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസത്തിനൊക്കെ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ട് എന്താണ് അതിനെന്താ ഉപയോഗിക്കുന്നത്? ഹൈ ടെമ്പറേച്ചർ സ്റ്റീമും പ്രഷറുമാണ് അത് ഉപയോഗിക്കുന്നത് അല്ലെ. സ്റ്റെറിലൈസ് ചെയ്യുന്ന എക്യുപ്മെന്റ് ആണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കി, ഓട്ടോക്ലേവ്സ് ആർ കോമൺലി യൂസ്ഡ് എസ് എ സ്റ്റീം സ്റ്റെറിലൈസേഴ്സ് ഇൻ ഹെൽത്ത് കെയർ, ലബോറട്ടറി, ഫുഡ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് കേട്ടോ. അപ്പൊ ഓട്ടോക്ലേവ് എന്തായിട്ട് ഉപയോഗിക്കുന്നത്? സ്റ്റീം സ്റ്റെറിലൈസേഴ്സ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ലബോറട്ടറിയില്, പിന്നെ മറ്റു പല ഫുഡ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിലൊക്കെ എന്ത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്? ഓട്ടോക്ലേവ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ പഠിച്ചതാണ് കേട്ടോ, CSSTക്ക് അത് പഠിച്ചതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അടുത്തതാണ് ഇൻക്യുബേറ്റർ കേട്ടോ. ഇൻക്യുബേറ്റർ അറിയാലോ നിങ്ങൾക്ക്. എവിടെ ഇൻക്യുബേറ്റർ ഉപയോഗിക്കുന്നത്? NICUലൊക്കെ ഉപയോഗിക്കും അല്ലെ. നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. പ്രത്യേകിച്ച് പ്രീമച്വർ ബേബീസ് അല്ലെ, മാസം തികയാതെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും, വളർച്ചയെത്താതെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ എവിടെ വെക്കാം? ഇൻക്യുബേറ്ററിനകത്താണ് വെക്കുക അല്ലെ. ഓക്കെ, നോക്കൂ, an infant incubator is a small equipment commonly used in pediatric hospitals, birthing centers and neonatal intensive care. അറിയാലോ, അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഹോസ്പിറ്റല്, ബർത്തിങ് സെന്റർ, പ്രത്യേകിച്ച് NICUലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഈ പറയുന്ന ഇൻഫന്റ് ഇൻക്യുബേറ്റേഴ്സ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്.
Possibly the most apparent function of an infant incubator is to safeguard the infants during the earliest stages of life. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ഏർലിയസ്റ്റ് സ്റ്റേജ് ഓഫ് ലൈഫ് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഈ പ്രിമച്വർ ബേബീസ് അല്ലെ, അവരെയൊക്കെ പരിചരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഇൻക്യുബേറ്റർ ഉപയോഗിക്കുന്നത് അല്ലെ. ഇൻക്യുബേറ്റർ എല്ലാവർക്കും പരിചയമുള്ള ഒരു എക്യുപ്മെന്റ് ആണ് കേട്ടോ, എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഓക്കെ, അടുത്തത് ഏതാണ്? 38ാമത്തെ മെഡിക്കൽ റെഫ്രിജറേറ്റർ അല്ലെ. റെഫ്രിജറേറ്റർ അതും അറിയാവുന്നതാണ്. Medical refrigerators are particularly designed to meet the required temperature demands for the safe vaccine storage. അല്ലെ, പ്രധാനമായിട്ടും നമ്മൾ റെഫ്രിജറേറ്റർ എവിടെ ഉപയോഗിക്കാറ്? ഫാർമസിയിലാണ് കൂടുതൽ ഉപയോഗം വരുന്നത് അല്ലെ. പ്രത്യേകിച്ച് നമുക്ക് വാക്സിൻസും മറ്റു കോൾഡ് സ്റ്റോറേജ് വാക്സിൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള വാക്സിൻസ് ഒക്കെ വളരെ സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റെഫ്രിജറേറ്ററുകൾ ഉപയോഗിക്കുന്നത്. If the temperature ranges between 35 degree Fahrenheit to 46 degree Fahrenheit, these medical refrigerators will securely store a wide range. അപ്പൊ പൊതുവെ ഏകദേശം പറയുന്ന ഒരു 30, അതൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ, ടെമ്പറേച്ചർ റേഞ്ച് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. 35 ഡിഗ്രി ഫാരൻഹീറ്റ് ടു 45 ഡിഗ്രി ഫാരൻഹീറ്റ് റേഞ്ചില് ടെമ്പറേച്ചറിന്റെ എന്താണ് സെറ്റ് ചെയ്യുന്നതിനും മറ്റുമായിട്ടാണ് ഇത്തരത്തിലുള്ള മെഡിക്കൽ റെഫ്രിജറേറ്ററുകൾ ഉപയോഗിക്കുന്നത്. ഫാരൻഹീറ്റ് എന്ന് പറയുന്നത് അറിയാലോ, ടെമ്പറേച്ചറിന്റെ ഒരു യൂണിറ്റ് ആണ്. ശരിക്കും അത് സെൽഷ്യസിലോട്ട് മാറ്റുകയാണെങ്കിൽ വളരെ താഴ്ന്ന ടെമ്പറേച്ചർ ആണ്, ഏകദേശം ഒരു 1.67 അല്ലെങ്കിൽ ഒരു 7 ആ റേഞ്ചൊക്കെ വരുന്ന അത്രയാണ് ഡിഗ്രി സെൽഷ്യസിന് റേഞ്ച് വരുന്നത് കേട്ടോ. 35 ഡിഗ്രി ഫാരൻഹീറ്റിലാണ് ഈ പറഞ്ഞിരിക്കുന്നത്. സെൽഷ്യസിലോട്ട് മാറ്റുമ്പോൾ ഏകദേശം ഒരു 1 തൊട്ട് ഒരു 7 ആ റേഞ്ചിലാണ് സെൽഷ്യസിൽ വരിക കേട്ടോ. അത്രയും താഴ്ന്ന ടെമ്പറേച്ചർ കേട്ടോ. ഈ ടെമ്പറേച്ചർ റേഞ്ച് നോട്ട് ചെയ്ത് വെക്കണം എന്ന് പിന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ വാക്സിനൊക്കെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് വോക്കർ. വോക്കർ, ഇങ്ങനത്തെ വോക്കർ ഒക്കെ കണ്ടിട്ടില്ലേ? ആളുകൾ ഇങ്ങനത്തെ വോക്കർ ഒക്കെ പിടിച്ചുകൊണ്ട് നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് വോക്കർ എന്ന് പറഞ്ഞാല്? എ വോക്കർ ഓർ വാക്കിംഗ് ഫ്രെയിം ഇസ് ആൻ ഇൻസ്ട്രുമെന്റ് ഫോർ എൽഡർലി ആൻഡ് ഡിസേബിൾഡ് elderly people who require extra support to maintain the balance of stability while they walk. അല്ലെ, ഇപ്പൊ നടക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് വയസ്സായ ആളുകള്, അതുപോലെ നടക്കാൻ വൈകല്യങ്ങളുള്ള ആളുകള്, അവർക്ക് അവരുടെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നടക്കുന്ന സമയത്ത് അവർക്കൊരു സ്റ്റെബിലിറ്റി ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ് ഇത് വോക്കർ എന്ന് പറയുന്നത് അല്ലെ. വോക്കർ അഥവാ വാക്കിംഗ് ഫ്രെയിം എന്നാണ് പറയുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇതൊക്കെ പഠിക്കുമ്പോ വീൽ ചെയർ വരുന്നുണ്ട്, അതുപോലെ വോക്കർ വരുന്നുണ്ട്, സ്ട്രക്ചർ ഒക്കെ എന്താണ് പഠിക്കുന്നുണ്ട്, സ്ട്രെച്ചസ് ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ അതങ്ങോട്ട് മാറിപ്പോകരുത്, എല്ലാം നടക്കാനും മറ്റുമായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഇത് മെയിൻ ആയിട്ട് നമ്മുടെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും സ്റ്റെബിലിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നടക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്നതാണ് വോക്കർ എന്ന് പറയുന്നത്. അടുത്തതാണ് നെക്സ്റ്റ് വരുന്നതാണ് ട്രക്കിയോസ്റ്റമി. ഇതാണ് ട്രക്കിയോസ്റ്റമി. ട്രക്കിയോസ്റ്റമി എന്ന് പറഞ്ഞാല് ഒരു പ്രൊസീജിയർ ആണ്. ഇതാണ് ഒരു പ്രൊസീജിയർ ആണ്. നമുക്ക് നോക്കാം. ദിസ് ഈസ് എ സർജിക്കൽ പ്രൊസീജിയർ കൺസിസ്റ്റ് ഓഫ് making an incision on the anterior aspect of the neck and opening a direct airway through an incision in the trachea. അപ്പൊ എന്താണ് ട്രക്കിയോസ്റ്റമി എന്ന് പറഞ്ഞാല്? ദിസ് ഇസ് സർജിക്കൽ പ്രൊസീജിയർ. അതൊരു സർജിക്കൽ പ്രൊസീജിയർ ആണ്. അവിടെ എന്താ ചെയ്യുന്നത്? മേക്കിംഗ് ആൻ ഇൻസിഷൻ. ഇൻസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓപ്പണിംഗ് അല്ലെ, ഒരു മുറിവ് ഉണ്ടാക്കാൻ. എവിടെയാണ് ഉണ്ടാക്കുന്നത്? ആന്റീരിയർ ആസ്പെക്ട് ഓഫ് ദ നെക്ക് അല്ലെ, നമ്മുടെ നെക്കിന്റെ ഭാഗത്ത്. ഓക്കെ, നമ്മുടെ നെക്കിന്റെ ഭാഗത്ത് ചെറിയൊരു ഇൻസിഷൻ, ചെറിയൊരു മുറിവ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാണ്? ഓപ്പണിംഗ് ഡയറക്റ്റ് എയർവേ through the opening in the trachea. നമ്മുടെ ട്രക്കിയ ഉണ്ടല്ലോ, വിന്റെ പൈപ്പ് ശ്വാസനാളത്തിലൂടെ നേരിട്ട് ഒരു എയർവേ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നെക്കിന്റെ ഭാഗത്ത് ഒരു ഇൻസിഷൻ ഉണ്ടാക്കുന്നു. അതിലൂടെ ഒരു ഡയറക്റ്റ് എയർവേ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു സർജിക്കൽ പ്രൊസീജിയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രക്കിയോസ്റ്റമി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം തോന്നാം, എന്തിനാ ട്രക്കിയോസ്റ്റമി ചെയ്യുന്നത്? എയർവേ ചെയ്താൽ പോരെ അല്ലെ? എയർവേ ഓപ്പൺ ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലെ?
എന്തുകൊണ്ടായിരിക്കും ട്രക്യൂസ്റ്റമി ചെയ്യുന്നുണ്ടായിരിക്കാം എന്ന് ആലോചിച്ചേ. ചിലപ്പോ നമ്മുടെ നെക്കിന്റെ എയർവേ വെക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല. ചിലപ്പോൾ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് അവിടെ ഉണ്ടാവാം. ഇപ്പൊ ക്യാൻസറസ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് ഒക്കെ നമ്മുടെ ത്രോട്ടിന്റെ ഭാഗത്ത് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ലാരിങ്സിലൂടെ നമുക്ക് മൗത്തിലൂടെ ഒന്ന് എയർവേ വെക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്ത് ചെയ്യാനേ നിവർത്തിയുള്ളൂ? ട്രക്യൂസ്റ്റമി ചെയ്യാനേ പറ്റുള്ളൂ. അതായത് നേരിട്ട് നെക്കിന്റെ ഭാഗത്ത് ഒരു മുറിവ് ക്രിയേറ്റ് ചെയ്യാം, എന്നിട്ട് അതിലൂടെ എന്താണ് നമ്മുടെ ട്രക്കിയിലൂടെ ഒരു ഡയറക്റ്റ് എയർവേ പാസ് ചെയ്യാം. അങ്ങനെ ഒരു ഡയറക്റ്റ് എയർവേ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ സാധിക്കുള്ളൂ. അതിന്റെ മുകൾ ഭാഗത്ത് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിരിക്കും, എയർവേ വെക്കാൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉള്ള സിറ്റുവേഷനിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള ട്രക്യൂസ്റ്റമി ചെയ്യുന്നത് കേട്ടോ. മനസ്സിലായാലും അതൊരു സർജിക്കൽ പ്രൊസീജിയർ ആണ്. ദാറ്റ് മേക്കിംഗ് ആൻ ഇൻസിഷൻ ദാറ്റ് ഓൺ ദ ആന്റീരിയർ ആസ്പെക്ട് ഓഫ് ദ നെക്ക് ആൻഡ് ഓപ്പണിംഗ് എ ഡയറക്റ്റ് എയർവേ ത്രൂ ആൻ ഇൻസിഷൻ. ആ ഓപ്പണിംഗിലൂടെ ഒരു ഡയറക്റ്റ് എയർവേ ഇങ്ങോട്ടേക്ക് ഉണ്ടാക്കുകയാണ്. ട്രക്കിയയിലൂടെ നമ്മുടെ ശ്വാസനാളത്തിലൂടെ ഡയറക്റ്റ് ഓപ്പണിംഗ് കൂടെ ക്രിയേറ്റ് ചെയ്യാണ്. ദാറ്റ് സർജിക്കൽ പ്രൊസീജിയർ ഇസ് കോൾഡ് ട്രക്കിയോസ്റ്റമി. ദെൻ വരുന്നതാണ് ക്രച്ചസ്. ഓക്കെ, ക്രച്ചസ് എന്താണെന്ന് നോക്കാം. ഇതൊക്കെ കണ്ടിട്ടുണ്ടാവുന്നില്ല അല്ലെ? ക്രച്ചസ് ആർ എ കൈൻഡ് ഓഫ് വാക്കിംഗ് എയ്ഡ്. അതും എന്താണ്? ഒരു വാക്കിംഗ് എയ്ഡ് ആണ്. ദാറ്റ് ഹെൽപ്പ് ടു എൻഹാൻസ് ദ സൈസ് ഓഫ് എൻ ഇൻഡിവിജ്വൽസ് ദ ബേസ് ഓഫ് സപ്പോർട്ട്. അതായത് ഒരു ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിക്ക് അത് ബേസ് സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു വാക്കിംഗ് എയ്ഡ് തന്നെയാണ് എന്ത്? ക്രച്ചസ് എന്ന് പറയുന്നത് കേട്ടോ. They carry weight from the legs to the upper body and are many a time used by people who unable to use their legs to support their weight. Practically പറയുന്നത് from short term injuries to long lasting disabilities. അതായത് ഇപ്പം ഏതെങ്കിലും കാരണവശാൽ വൈകല്യങ്ങൾ, ഇപ്പൊ എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിക്കോ അല്ലെങ്കിൽ ഒരു ലോങ് ലാസ്റ്റിംഗ് ഡിസേബിലിറ്റി ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് അവരുടെ ലെഗ്സിന്, കാലുകൾക്ക് വേണ്ടത്ര ബലം ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ അവരുടെ അപ്പർ ബോഡി വെയിറ്റ് താങ്ങാനുള്ള ഒരു കപ്പാസിറ്റി കാലുകൾക്ക് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കിംഗ് എയ്ഡാണ് ക്രച്ചസ് എന്ന് പറയുന്നത്. അതായത് ശരീരഭാരം താങ്ങാൻ കാലുകൾക്ക് ചിലപ്പോൾ സാധിക്കില്ല. ഓക്കെ, അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അത് തന്നെ, കാലൊക്കെ മുറിച്ചു കഴിഞ്ഞാല് ബോഡി വെയിറ്റ് എവിടെ താങ്ങും? കാലില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ക്രച്ചസ് ആണ് കേട്ടോ. അതാണ് നമ്മൾ പറയുന്നത് ഫ്രം ഷോർട്ട് ടൈം ഇഞ്ചുറീസ് ടു ലോങ് ലാസ്റ്റിംഗ് ഡിസേബിലിറ്റീസ്. ഇനി ക്രച്ചസ് ആർ ഓഫ് 3 ടൈപ്സ് കേട്ടോ. 3 ടൈപ്പ് ക്രച്ചസുകളാണ് ഉള്ളത്. ഒന്ന് പേരൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. എന്തൊക്കെയാണ്? ആക്സിലറി ക്രച്ച്, എൽബോ ക്രച്ചസ്, ഗട്ടർ ക്രച്ചസ്. ഇത് 3 നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കേട്ടോ. ആക്സിലറി ക്രച്ച് ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടായിരിക്കും. അത് പൊതുവെ ഷോർട്ട് ടേം ഇഞ്ചുറീസിനൊക്കെയാണ് ആക്സിലറി ക്രച്ചസ്. അത് അറിയാലോ, അണ്ടർ ആം അവിടെയാണ് വെക്കുന്നത്. എൽബോ ക്രച്ചസ് എന്ന് പറയുമ്പോൾ നമ്മുടെ എൽബോ ഉണ്ടല്ലോ, കൈമുട്ട്, അവിടെ വെച്ചിട്ട് അത് കൂടുതലും ലോങ് ലാസ്റ്റിംഗ് ഡിസേബിലിറ്റി ഒക്കെ ഉള്ള ആളുകളാണ് എൽബോ ക്രച്ചസ് ഉപയോഗിക്കുക കേട്ടോ. അതുപോലെ ഗട്ടർ ക്രച്ച് വെക്കുന്നത് എൽബോന്റെ ഭാഗത്ത് തന്നെയാണ് കേട്ടോ. എൽബോന്റെ ഭാഗത്താണ് കുറെ കൂടെ സ്റ്റേബിൾ ആണിത്. ഗട്ടർ ക്രച്ച് ആകുമ്പോൾ കുറെ കൂടെ സ്റ്റേബിൾ ആണ്, കാര്യം ഇവിടെ ഒരു പ്ലാറ്റ്ഫോം പോലെ ഉണ്ട്. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ നമുക്ക് ആ ഒരു പ്രഷർ ഒക്കെ വേണമെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? സപ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഗട്ടർ ക്രച്ച് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ ക്രച്ചസ് എന്തിനാ ഉപയോഗിക്കുന്നതിനുള്ളത്? ഒരു വാക്കിംഗ് എയ്ഡ് തന്നെയാണ് കേട്ടോ. 3 ടൈപ്പ് ഉണ്ട്: ആക്സിലറി ക്രച്ചസ്, എൽബോ ക്രച്ചസ്, ഗട്ടർ ക്രച്ചസ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കാർഡിയാക് മോണിറ്റർ ആണ് കേട്ടോ. ഞാൻ 2 കൂടെയുള്ള അതൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് അവസാനിക്കാം കേട്ടോ. കാർഡിയാക് മോണിറ്റർ, ഇതിന്റെ പിക്ചർ നിങ്ങൾ എവിടെ കണ്ടിട്ടുണ്ട്? ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടാവും അല്ലെ? സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? ഓപ്പറേഷൻ ICU ഒക്കെ കാണുന്ന സംഭവമാണ് അല്ലെ കാർഡിയാക് മോണിറ്റർ എന്ന് പറയുന്നത്. എന്താണ് കാർഡിയാക് മോണിറ്റർ? മോണിറ്റർ ചെയ്യാൻ തന്നെ പറയുന്നത് എന്താണ്? ഒബ്സർവ് ചെയ്യാം, ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് അല്ലെ? ഓക്കെ, ദ കാർഡിയാക് മോണിറ്റർ ഇസ് എൻ എക്യുപ്മെന്റ് that exhibits the electrical and pressure waveforms of the cardiovascular system for the measurement and treatment. അല്ലെ, ഹൃദയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ചികിത്സിക്കാം. പ്രത്യേകിച്ച് നമ്മൾ അതിന്റെ ഇലക്ട്രിക്കൽ ഫങ്ഷൻസ്, പ്രഷർ വേവ്ഫോംസ് ഒക്കെ എന്താണ് എക്സിബിറ്റ് ചെയ്യുന്നതിനായിട്ട്, ഡിസ്പ്ലേ ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് കാർഡിയാക് മോണിറ്റർ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ഇത് ലൈവ് ആയിട്ടുള്ള ECG നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. റെക്കോർഡ് അല്ല, അവിടെ ECG പോലെ ഹോൾഡർ മോണിറ്റർ പോലെ റെക്കോർഡ് ചെയ്യല്ല, ലൈവ് ആയിട്ടുള്ള റിയൽ ടൈം ECG അവിടെ എന്താണ് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അങ്ങനെ ഒരു എക്യുപ്മെന്റ് ആണ് കാർഡിയാക് മോണിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അതുകൂടാണ്ട് പാരാമീറ്റേഴ്സ് പെർട്ടിക്കുലർ ടു റെസ്പിറേറ്ററി ഫംഗ്ഷൻ ക്യാൻ ആൾസോ ബി. മനസ്സിലായില്ല? അതായത്
കാർഡിയാക്ക് മോണിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഹൃദയ സംബന്ധമായിട്ട് കാർഡിയോ വാസ്കുലർ ഫങ്ഷൻസ്, ഹൃദയ സംബന്ധമായിട്ടുള്ള ഇലക്ട്രിക്കൽ ഫങ്ഷൻസുകൾ, അതുപോലെ പ്രഷർ വേവ് ഫോംസുകളൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്നതിനായിട്ട് പ്രദർശിപ്പിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് കാർഡിയാക് മോണിറ്റർ എന്ന് പറയുന്നത്. നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ കാർഡിയാക് മോണിറ്റർ? ഇങ്ങനെ സൈഡിൽ അല്ലെങ്കിൽ കാണാം, ഹോസ്പിറ്റലിൽ കാണാൻ പറ്റും, ICUലൊക്കെ ഉള്ള പേഷ്യൻസിന്റെ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ഇങ്ങനെ ഒരു കാർഡിയാക് മോണിറ്റർ ഉണ്ടായിരിക്കും. ഇതിന്റെ പ്രത്യേകത എന്താണ്? റിയൽ ടൈം ആയിട്ട് ലൈവ് ആയിട്ട് ECG അതുപോലെ തന്നെ വേവ് ഫോംസ് ഒക്കെ ഇതിലിങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഓക്കെ, മനസ്സിലായി? നമ്മൾ ECG ഹോൾട്ടർ മോണിറ്റർ എന്ന് പറയുമ്പോൾ റെക്കോർഡ് ചെയ്യല്ലേ ചെയ്യുന്നത്. ഇത് റെക്കോർഡല്ല, ഇത് ലൈവ് ആയിട്ട് റിയൽ ടൈം ആയിട്ടുള്ള ആ ഒരു എന്താ പറയാ ഇലക്ട്രിക്കൽ ഫങ്ഷൻസ്, വേവ് ഫങ്ഷൻസ് ഒക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഓക്കെ, അങ്ങനെയുള്ള ഒരു എക്യുപ്മെന്റ് ആണ് കേട്ടോ. Parameters particular to respiratory function can also be calculated കേട്ടോ. അതായത് നമ്മുടെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അത്തരത്തിലുള്ള പാരാമീറ്റേഴ്സും ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, മതിയെന്നാ ഇനിയിപ്പോ നമുക്ക് ഇപ്പൊ ഞാൻ കൂടുതൽ പറഞ്ഞ് ഓർമ്മടിപ്പിക്കുന്നില്ല. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് പുതിയൊരു ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, ആ ഒരു ചാപ്റ്റർ കൂടെ ഉള്ളൂ, അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ അഡ്മിറ്റ് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വൈകിട്ട് ചെയ്യാം. അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 26, 21 ഡൗട്ട് ഉണ്ട്. ഏതാണ് 26ാമത്തെ? ഏതായിരുന്നു? 26 എന്ന് പറഞ്ഞാൽ എന്താണ്? യൂറോഫ്ലോമീറ്റർ അല്ലെ? യൂറോഫ്ലോമീറ്റർ എന്തിനാ ഉപയോഗിക്കുന്നത്? അതായത് യൂറിനേഷൻ സമയത്ത്, മൂത്രം ഒഴിക്കുന്ന സമയത്ത് ആ ഒരു യൂറിന്റെ ഒഴുക്ക്, ഫ്ലോ ഉണ്ടല്ലോ, അത് മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് യൂറോഫ്ലോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, യൂറോഫ്ലോമീറ്റർ മനസ്സിലായോ? യൂറിനേഷൻ സമയത്ത് ആ യൂറിന്റെ ഫ്ലോ ഉണ്ടല്ലോ, ഒഴുക്ക്, അത് മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് യൂറോഫ്ലോമീറ്റർ എന്ന് പറയുന്നത് കേട്ടോ. അതുവഴിയായിട്ട് നമ്മുടെ യൂറിനറി ട്രാക്ട് സിസ്റ്റത്തിന്റെ ഒക്കെ പ്രവർത്തനം എത്രത്തോളം നന്നായിട്ട് നടക്കുന്നുണ്ട് അങ്ങനെയൊക്കെ നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കും. അതാണ് യൂറോഫ്ലോമീറ്റർ കേട്ടോ. അത്രയേ ഉള്ളൂ. പിന്നെ 21 അല്ലെ? 21 എന്താ പറഞ്ഞത്? ഹോൾട്ടർ മോണിറ്റർ കേട്ടില്ലായിരുന്നു? ഹോൾട്ടർ മോണിറ്റർ എന്താണ്? അതായത് 24 അവർ തൊട്ട് 24 മണിക്കൂർ തൊട്ട് 48 മണിക്കൂർ വരെ തുടർച്ചയായിട്ട് ECG റെക്കോർഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഹോൾട്ടർ മോണിറ്റർ എന്ന് പറയുന്നത് കേട്ടോ. അതൊരു പോർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ്, നമുക്ക് കൂടെ കൊണ്ട് നടക്കാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ ഒരു എക്യുപ്മെന്റ് ആണ്. മനസ്സിലായി? സാധാരണ ECG എടുക്കുമ്പോൾ ഏതാനും മിനിറ്റുകൾ മാത്രമേ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. ഹോൾട്ടർ മോണിറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് 24 മണിക്കൂർ തൊട്ട് 48 മണിക്കൂർ വരെ തുടർച്ചയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ECG റെക്കോർഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന എക്യുപ്മെന്റ് ആണ് കേട്ടോ ഹോൾട്ടർ മോണിറ്റർ എന്ന് പറയുന്നത്. എപ്പിഗ്ലോട്ടിസ് എന്താണ്? നമ്മുടെ ശ്വാസനാളത്തിനെയും അന്നനാളത്തിനെയും തമ്മിൽ പരസ്പരം വേർതിരിക്കുന്ന ഒരു സ്ട്രക്ചർ ആണ് കേട്ടോ എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. നമ്മുടെ ശ്വാസനാളം, അന്നനാളം ഒരേ സ്ഥലത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അന്നനാളത്തിലോട്ട് പോകണം അല്ലെ, ശ്വാസനാളത്തിലോട്ട് പോകാനായിട്ട് പാടില്ല അല്ലെ. അപ്പൊ അതിന് ശ്വാസനാളത്തിലോട്ട് പോകാതെ അതിനെ സംരക്ഷിക്കുന്ന ഒരു ഭാഗമാണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ നാവിന്റെ പുറകിലായിട്ട് വരും. എന്നാൽ നമ്മുടെ എന്താണ് ലാരിങ്സിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് വരുന്ന ഒരു എന്താ കാർട്ടിലേജ് ആണ് കേട്ടോ, ഒരു കരുനാസ്തി എന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനെ ഒരു സ്ട്രക്ചർ ആണ് കേട്ടോ എപ്പിഗ്ലോട്ടിസ്. ഓക്കെ, ബാക്കിയുള്ളത് റെക്കോർഡ് ക്ലാസ്സിലാണ് കേട്ടോ. താങ്ക് യു.